ഒരുപാട് കൊയ്ത്തുകളുണ്ട്, പക്ഷേ വിശ്വസ്തരായ വേലക്കാരില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു പദം പറഞ്ഞതിന് ശേഷമാണ് 70 പേരെ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവിടെ ഒരു വചനം അവിടെ പറയുന്നത്? വേറെ 70 പേരാണ്. എന്താണ്? വേറെ 70 പേരെ. ഹല്ലേലൂയ. ഒരു കൂട്ടം പേരെ അപ്പോൾ അതിന് മുമ്പ് തിരഞ്ഞെടുത്തു. അവിടെ എന്തോ സംഭവിച്ചു. അതുകൊണ്ടാണ് മറ്റൊരു കൂട്ടരെ ഒരു അധ്യായം കഴിയുന്നതിന് മുമ്പ്, ഒരു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, മണിക്കൂറുകൾ കഴിഞ്ഞതിനായിരിക്കാം, പെട്ടെന്ന് ഒരു 70 പേരെ എമർജൻസി ആയിട്ട് കർത്താവിന് തിരഞ്ഞെടുക്കേണ്ടി വരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് എന്തുമാണ് നമുക്ക് കാരണമെന്ന് അറിയണമെങ്കിൽ 9-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ പന്തിര് വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏതു വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടെ വിട്ടുപോകും വരെ അവിടെ തന്നെ പാർക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ താൻ ശുശ്രൂഷിക്കുന്നത് മാത്രമല്ല, അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. താൻ ഒറ്റയ്ക്ക് സൂപ്പർ സ്റ്റാറായി ശുശ്രൂഷിക്കാനുള്ള വലിയ ഒരു അവസരം ഉണ്ടായിരിക്കെ കർത്താവ് കൂടെ ഉള്ളവരെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. അത് തൻ്റെ കാലഘട്ടമാണ്, തൻ്റെ സീസണാണ്, കർത്താവിൻ്റെ സീസണാണത്. ഒരു 50 വർഷം വരെ കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ക്രിസ്ത്യാനികൾ കൊണ്ട് നിറഞ്ഞനെ എന്ന് ഒരിക്കൽ ഒരു ഇസ്ലാം മത പണ്ഡിതനായ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഒരു 50 വർഷം, വെറും 3.5 വർഷം മാത്രമേ കർത്താവ് ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷകനായിട്ട് ഒരു സുവിശേഷ വേല ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. 30 വയസ്സ് വരെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കീഴ്പ്പെട്ട് അനുസരണമുള്ളവനായി, മാതൃകയുള്ളവനായി താൻ ഈ ഭൂമിയിൽ വന്നു. താനൊരു ദൈവത്തിൻ്റെ പുത്രനാണ്. അതേസമയം താനൊരു നല്ല മകനായി, നല്ലൊരു സഹോദരനായി, നല്ല കൂട്ടുകാരനായി, എല്ലാവിധ മാതൃകയുള്ളൊരു വ്യക്തിയായി താൻ ജീവിച്ചു. അതാണ് പാപമില്ലാത്തവൻ, പാപം കൂടാത്തവൻ. പാപത്തെ തൊടാൻ അവസരമുണ്ടായിരുന്നിട്ടും ആ പാപത്തിൽ ജീവിക്കാതെ തന്നെ സൂക്ഷിച്ച ഒരു ദൈവത്തിൻ്റെ ഭൃത്യൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ, അതേസമയം ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. ആ കർത്താവ് യേശുക്രിസ്തു ഇവിടെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. കാരണം തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കൂടെ നടന്ന് തൻ്റെ ശുശ്രൂഷ കാണാൻ മാത്രമല്ല ദൈവം ഉപയോഗിച്ചത്, അവരെ താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെ അഭിഷേകം ചെയ്ത് താൻ ചെയ്തതിലും അധികം ചെയ്യാൻ വേണ്ടി അയച്ചു. ഹല്ലേലൂയ. അതാണ് ഈ സഭയ്ക്കകത്ത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതാകുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്, വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു എങ്ങനെ എന്ത് ചെയ്തു ആ ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാരും ചെയ്തത്. ഹല്ലേലൂയ. അവരാരെയും കർത്താവ് ആരെയും വിശ്വാസിയായിട്ട് പിടിച്ചിരുത്താനല്ല ശ്രമിച്ചത്. ആ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുന്ന, കർത്താവ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചിലരെയൊക്കെ അഭിഷേകം ചെയ്യുന്നവനായിരുന്നു കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് അറിയാം, ആരെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് 3 വർഷം ഒരു ചുരുക്കം വർഷമാണ്. അപ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ എത്ര നാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് വരെ കർത്താവിന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ പോലും ദൈവം ചുരുങ്ങിയ നാളുകളെ ഞാൻ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ തന്നെ ചെയ്തോളാം, ആരുടെ സഹായം വേണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത്. തൻ്റെ കൂടെ ഉള്ളവരെ തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി 12 പേരെന്ന് പറയുന്നത് എപ്പോഴും തൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തൻ്റെ കൂടെ ഉള്ള, താൻ എന്തൊക്കെ ചെയ്യുന്നു, കൈവയ്ക്കുന്നത് എങ്ങനെ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, പിന്നെ ശുശ്രൂഷയുടെ വിജയം എന്താണ്, അതിൻ്റെ സീക്രട്ടുകളെല്ലാം മനസ്സിലാക്കി താൻ ചെയ്ത അത്ഭുതങ്ങളുടെ കൂടെ തൻ്റെ കൂടെ നടന്ന ആൾക്കാർ. അവർക്ക് ചില ക്വാളിറ്റികളുണ്ട്. അവർ കുറേ നാളുകളായിട്ട് യേശുവിൻ്റെ കൂടെ ഉള്ളവരാണ്. ഹല്ലേലൂയ. മാത്രമല്ല അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അതിൻ്റെ സീക്രട്ടുകൾ അറിയാം. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ജയം കർത്താവിൻ്റെ പ്രാർത്ഥനയാണെന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ടുള്ളവരാണ്. ഊമരെയും ചെകിടരെയും കുരുടരെയും സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുള്ളവരാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന് സന്തത സഹചാരികളായി നടന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പ്രസംഗം, ശൈലി
ഇതെല്ലാം ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ ഇവരെല്ലാവരും ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ. ഹല്ലേലൂയ. അപ്പോൾ ഇവരുടെ ഒരു പേരാണ് എക്സ്പീരിയൻസ് ഉള്ളവർ. ആരാണ്? എന്താണ് അടുത്തതിന് പറഞ്ഞിട്ട്? എക്സ്പീരിയൻസ് ഉള്ളൊരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞിട്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് നാളുകളായി, വർഷങ്ങളായിട്ട് ബൈബിളൊക്കെ എടുത്ത് പ്രാർത്ഥനയും ആരാധനയും സഭയും ഒരുപാട് സഭ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചർച്ച കണ്ടിട്ടുണ്ട്, ഒരുപാട് പാഷന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവരെ പോലെ ഈ യേശുവിൻ്റെ കൂടെ ഉള്ള ഇവർ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ്. കാരണം യോഹന്നാനെയും കണ്ടിട്ടുണ്ട്, യോഹന്നാൻ്റെ ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, യോഹന്നാൻ്റെ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്, യോഹന്നാൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ആ യോഹന്നാനെ വിട്ടിട്ട് വന്നവരാ ഇവർ. യേശുവിൻ്റെ കൂടെ നിന്നുള്ളവരാരാണ്? യോഹന്നാൻ്റെ കൂടെ ഒരിക്കൽ നടന്നവരാ. പക്ഷേ ആ യോഹന്നാൻ്റെ കൂടെ നടന്നപ്പോഴാണ് കർത്താവിനെ കണ്ടത്. കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാനേക്കാൾ വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടെ ഇങ്ങോട്ട് ചാടി. ഹല്ലേലൂയ. അപ്പം നല്ല ചാടി പരിചയമുള്ളവരുമാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചാടി നടന്ന പരിചയമുള്ളവരുമാണ്. പിന്നെ പലരെയും കളഞ്ഞിട്ട് വന്നവരാണ്. ഇന്ന് നല്ലതായിട്ട് എനിക്ക് അറിയാം, എൻ്റെ ആളാണെന്ന് പറഞ്ഞത് പിറ്റേന്ന് അവരെ തള്ളിപ്പറഞ്ഞ് പരിശീലനമുള്ളവരാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇവർ ഒരു പൂച്ചയെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 4 കാലിൽ നിൽക്കും എന്നതുപോലെ എല്ലാ പ്രാഗൽഭ്യവും ഉള്ളവരാണ് ഇപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ളവർ. ഹല്ലേലൂയ. അപ്പോൾ അവരെ ഒരു ദിവസം കർത്താവ് എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷയ്ക്കായി ഞാൻ നിങ്ങളെ ഒന്ന് ഊതി അവരുടെ മേലെ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഗ്രൂപ്പിനെ നന്നായിട്ട് കർത്താവിനെ അറിയാം. അവർ പോകുന്നതിന് മുമ്പ് എത്ര ദിവസമാണ് അവരുടെ മിഷൻ, അതിനാവശ്യമുള്ള ഫുഡും കാര്യങ്ങളും പണവും എല്ലാം എടുത്ത് പോകുന്നവരാണെന്ന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയിൽ ഒന്നും എടുക്കരുത്. ഹല്ലേലൂയ. ഞാനാണ് നിങ്ങളെ അയക്കുന്നത്, എൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ പൊക്കണമോ വടിയോ ചെരുപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പണമോ ഭക്ഷണപ്പൊതിയോ ഒന്നും എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് പേരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി എൻ്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ച് അതനുസരിച്ച് കേൾക്കുന്നവർക്ക് അത് ആ സമാധാനം അവരുടെ മേൽ വരും. അല്ലാതെ എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം? വന്നോളണം. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് അവർക്ക് കൊടുത്ത ആജ്ഞ. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ എത്ര പേർക്ക് രണ്ട് കൈയും കാലും വിട്ട് പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവ് വിളിച്ചാൽ ഇറങ്ങി പുറപ്പെടാൻ ധൈര്യമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലിയും കൂലിയും വീടും സ്ഥലവും സമ്പാദ്യങ്ങളും ഒന്നും എടുക്കാതെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അതിനുവേണ്ടി ഇറങ്ങാൻ തയ്യാറുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറഞ്ഞത് എൻ്റെ വേലയാണ്, ഞാനാണ് അയക്കുന്നത്. അപ്പോൾ പോകുന്ന വഴികളിൽ നിങ്ങളൊന്നും എടുക്കണ്ട, നിങ്ങൾക്കുള്ളതെല്ലാം തക്ക സമയങ്ങളിൽ ഞാൻ തന്നിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഒരു കമ്പനി പോലെയല്ല കർത്താവിൻ്റെ കമ്പനി, അത് വിശ്വസ്തമായൊരു കമ്പനിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മളിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്കാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരികയില്ല, നിങ്ങൾ ഇരക്കേണ്ടി വരികയില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ നിങ്ങൾക്കായി ഒരുക്കപ്പെടും. എന്നാൽ അതിന് ദൈവത്തിൻ്റെ വിളിയുള്ളവരായിരിക്കണം, ദൈവ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവരങ്ങനെ ഇറങ്ങി വരാം. അവർ പോയിട്ട് വളരെ സക്സസ് ആയി തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഇവരെ മാറ്റിയിട്ട് 70 പേരെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്? ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ കാരണം ഇവർ ശുശ്രൂഷയെല്ലാം ചെയ്തു, വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി, ആത്മാക്കളെയൊക്കെ നേടി, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി ഇവർ വന്നതിന് ശേഷം 46-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1:46 മുതൽ ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ 9 ലൂക്കോസിൻ്റെ 9:46 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അവരിൽ വെച്ച് ആര് വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നുവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്ര വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇവരെ മാറ്റിയിട്ട് 70 പേരെ തിരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം, ആ സമയത്ത് വലിയ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് തന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞേ ഉള്ളൂ. എന്താണ്? ഒറ്റ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 4-5 ഭൂതങ്ങളെയൊക്കെ ഒന്ന് പുറത്താക്കി ഒന്ന് പ്രസംഗിച്ച്
ഒന്ന് മൈക്ക കൈ പിടിച്ച്, ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് കയറി, പിന്നെ തന്നെത്താൻ പ്രസംഗിക്കാനൊക്കെ പറ്റും എന്ന് മനസ്സിലായപ്പോൾ ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഇടയിലൊരു വാദം, ഇതിലാരാണ് വലിയവൻ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാനാണ് വലിയവൻ, കാരണം ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചേർന്നിരിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുകയാണ്, ഞാനാണ് വലിയവൻ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാദവും. ആരാണ് വലിയവർ? എന്നിലൂടെയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ പ്രസംഗിക്കുമ്പോഴാണ് ആൾക്കാർ മാനസാന്തരപ്പെടുന്നത്, ഞാൻ പ്രവചിക്കുമ്പോഴാണ് ആൾക്കാർ അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയിലാണ് ജനം കൂടുതൽ വരുന്നത്, എൻ്റെ ശുശ്രൂഷയിലാണ് കൂടുതൽ രോഗികൾ സൗഖ്യമാകുന്നത്, ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. അങ്ങനെ തുടങ്ങി ഇവരുടെ ഇടയിൽ അസാധാരണമായ വാദഗതികളും മത്സരങ്ങളും ഒരു ആരംഭത്തിൽ തന്നെ സംഭവിക്കുക. യേശു ക്രിസ്തു ഉയർത്തെഴുന്നില്ല, മരിച്ചിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടില്ല. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തനിക്കൊരു കരുണ തോന്നി, ദയവ് തോന്നി, ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് അവർക്ക്. അല്ലെങ്കിൽ ഇവർ അഭിഷിക്തരും ശുശ്രൂഷകരൊന്നും ആയിട്ടില്ല. തൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഒന്ന് പകർന്ന്, ഒന്ന് കൈവച്ച്, ഒന്ന് നോക്കട്ടെ, കയറി ഒന്ന് എങ്ങനെയാണെന്ന്, ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കപ്പോൾ തന്നെ നിങ്ങളുടെ മിനിഷിയൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് തെളിയാനൊരു അവസരം തരാമെന്ന് പറഞ്ഞ് ഒന്ന് അവസരം കൊടുത്തപ്പോൾ ഈ അവസരം മുതലാക്കിയ ഇവർ പറയുകയാണ്, ഇനി ഞങ്ങളാണ് ആൾക്കാർ, നീയല്ല. കർത്താവ് മാറ്റി നിർത്തിയിട്ട് ഞാനാണ് വലിയവൻ. ഹല്ലേലൂയ. അപ്പോൾ അവർ സ്വയമായിട്ട് ഞാനെന്ന ഒരു ഭാവം അവരുടെ അകത്ത് ആരംഭത്തിൽ തന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മറുപടി കൊടുക്കുന്ന ആളാണ്. രണ്ടാമത് ഡേഞ്ചറായ ആൾക്കാരെ അപ്പം തന്നെ വെട്ടിക്കളയുന്ന ആളാണ്. പിന്നെ കൂടെ നിർത്തത്തില്ല. കുറച്ച് നാളത്തേക്ക് അവനെ വേറൊരു ട്രെയിനിങ്ങിന് വിട്ടിട്ട് അടുത്തവൻ ശരിയായി അവന് പഠിച്ച് പദം വന്ന് അവന് ഒന്ന് പഴുത്ത് റെഡിയായി ഫലം കായ്ക്കുന്നവനാണെന്ന് തോന്നിയാലേ അടുത്ത് അങ്ങോട്ട് കയറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ കർത്താവിന് മനസ്സിലായി ഇവന്മാരെങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാം അഹങ്കാരവും നികളവും പിടിച്ചവരാണ്. ഞാനെന്ന ഭാവം ഇവരുടെ അകത്ത് കയറി ഇവർ നികളികളായി. ഇവർ പരസ്പരം ഞാനാണ് വലിയവനെന്ന് പറയാൻ തുടങ്ങി. ലൂസിഫർ അകത്ത് കയറിയാൽ ആദ്യം വരുന്ന സംഭവം എന്താണ്? വെട്ടി താഴെ ഇടാൻ കാരണം എന്താണ്? എനിക്കും ആ സിംഹാസനത്തിനകത്ത് കയറണം. എന്നും അങ്ങോട്ടും ചുറ്റും ഗോവേണി വഴി ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ടും ചുറ്റും കയറി ഇറങ്ങി വർഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ വയ്യ. ഹല്ലേലൂയ. ഞാൻ വളരെ സുന്ദരനാണ്, ഞാൻ സൗന്ദര്യമുള്ളതാണ്, എൻ്റെ വർഷിപ്പിനകത്ത് ദൈവരാജ്യം ചലിക്കുകയാണ്, ഭയങ്കര ചലനം സംഭവിക്കുകയാണ്. ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോൾ സ്വർഗം തുള്ളിച്ചാടുകയാണ്, ദൈവത്തിന് സിംഹാസനത്തിൽ ഇരിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ വരെ സന്തോഷിപ്പിച്ച് ഇളക്കുന്ന ഞാൻ ആ ദൈവത്തിനെ പോലെ ഉള്ളവനാണ്. അതുകൊണ്ട് എനിക്കും ആ സിംഹാസനത്തിൽ ഇരിക്കണം. ഇത് ചിന്തിച്ചപ്പോഴാണ് ലൂസിഫറിനെ, അരുണോദയ പുത്രനായ ശുക്രനെ വെട്ടി താഴെയിടാൻ കാരണം. ഹല്ലേലൂയ, സ്തോത്രം. അതേ സംഭവം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ഉള്ളിൽ ഞാനാണ് വലിയവൻ. ഹല്ലേലൂയ. ഭയങ്കരമായ നിഗളം, അഹങ്കാരം, ഇതെല്ലാം അവരുടെ അകത്ത് കയറിയപ്പോൾ കർത്താവ് ചെയ്ത ഒരു കാര്യം, ഹല്ലേലൂയ, ഇവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് നാട്ടുരാജാക്കന്മാരെ ഭിന്നിച്ച് ഭരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നാട്ടുരാജാക്കന്മാരുടെ ശക്തിയെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ആ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ തന്ത്രമാണ് നാട്ടുരാജാക്കന്മാരെ എല്ലാം ഭിന്നിച്ച് ഭരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭരണകൂടം, ഈ കർത്താവിൻ്റെ ഭരണകൂടം ഭിന്നിച്ച് ഭരിക്കുന്ന ഭരണകൂടമല്ല, തകർക്കുന്ന ഭരണകൂടമല്ല. കർത്താവിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഐക്യതയ്ക്കകത്ത് വെളിപ്പെടുന്നതാണ്, യൂണിറ്റിക്കകത്ത് വെളിപ്പെടുന്നതാണ്. കാരണം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ഒരേ ഐക്യതയിൽ ഒരുപോലെ ഞാനെന്ന ഭാവമില്ലാതെ, ഹല്ലേലൂയ, ദൈവരാജ്യം പണിയണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് പിതാവിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വന്തം പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയേൽപ്പിച്ച്, അതുപോലെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയിൽ ഈ ഭൂമിയിൽ വന്ന മനുഷ്യരെ കൂടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇവർ മൂന്ന് പേരുടെ മനസ്സ്, അവരുടെ ഹൃദയം, അവരുടെ ഐക്യത, അവരുടെ ചിന്താഗതികൾ അത് ഒന്നാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഭിന്നിച്ചു നിന്നാൽ സാധിക്കത്തില്ല. ഭിന്നത ഉണ്ടെങ്കിൽ അവിടെ പിശാചിന്റെ രാജ്യമാണ്. എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് അറിയാമോ? അവിടെ ഐക്യതയുണ്ട്, അവിടെ യൂണിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഐക്യതയും യൂണിറ്റിയും ഉള്ളതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ ഐക്യത ഇല്ലാതാക്കുന്ന ഏത് സ്പിരിറ്റും അത് പൈശാചികമായ പ്രവൃത്തികളാണ്.
നമ്മുടെ ഇടയിൽ ഒരു ഐക്യതയെ തറക്കും. ഞാൻ എന്ന ഭാവം, ഞാൻ ശുശ്രൂഷിക്കണം, എനിക്ക് ശുശ്രൂഷിക്കണം, അവരെ ശുശ്രൂഷിക്കേണ്ട ഞാനാണ്, എൻ്റെ ആൾക്കാർ. അപ്പോൾ പല ഇടങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭിന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരനുഭവങ്ങൾ, ഭിന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ, ചിതറിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഒരുമിച്ച് നിൽക്കേണ്ട ദൈവരാജ്യങ്ങളെ ആരംഭങ്ങളിൽ ഒരുമിച്ച് ശുശ്രൂഷകളിൽ ആയിരിക്കുന്നവർ ഭിന്നത്തേതിൽ മാറ്റി അതിൻ്റെ ഭിന്നത ഉണ്ടാക്കി ചിതറിപ്പിച്ച് അവനവൻ്റെ രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്ലാൻ ഇടുമ്പോൾ അത് ദൈവം അതിന് കൂട്ടു നിൽക്കത്തില്ല. അത് ദൈവത്തിൻ്റെ പ്ലാനല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതിന് പകരം അത് ചിതറുമ്പോൾ അതിൻ്റെ പവർ നഷ്ടപ്പെടും, ശക്തി നഷ്ടപ്പെടും. മാറി നിന്ന് ചിരിക്കുന്ന പിശാച്, ഹല്ലേലൂയ, മനുഷ്യൻ ഭിന്നതയുണ്ടാക്കുന്നു, മനുഷ്യൻ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ, മനുഷ്യൻ ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്നു, മനുഷ്യൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. കർത്താവ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ദൈവം ആരംഭിക്കുന്നത് എപ്പോഴും ഐക്യതയില്ല, തുടങ്ങുന്നതും അവസാനിക്കുന്ന ഐക്യതയില്ല. പിതാവും പുത്രനും പരിശുദ്ധനും ഒരുപോലെ നിന്നാണ് അന്നും ഇന്നും പ്രവർത്തിക്കുന്നത്. അവർ ഇന്ന് വരെ പിന്മാറ്റത്തിൽ പോയിട്ടില്ല, അവർ പിരിഞ്ഞു പോയിട്ടില്ല, അവർ ചിതറിപ്പോയിട്ടില്ല. അവരെപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. 120 പേരോട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പിശാചിനെ എന്താണ്, പിശാചിൻ്റെ രാജ്യം ഇത്രയും വിശാലമാകാൻ കാരണം അവർക്ക് ഐക്യതയുണ്ട്. ഹല്ലേലൂയ, അവരുടെ അകത്ത് ഐക്യതയുണ്ട്. ഇപ്പം ഒരാളിനെ പിടിച്ച് ഭൂതം ഇളക്കി ഒരു 5-6 വെളി വരും. നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ, കാരണം ഇത് ഇളക്കിക്കൊണ്ടുവന്ന് ഒരാളിൻ്റെ പിറകെ നടക്കട്ടെ. അപ്പോൾ അത് പണ്ടത്തെ ശുശ്രൂഷ ചെയ്യുന്നതായിരുന്നു. ഏതെങ്കിലും ഒരു അപ്പച്ച ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പണ്ട് ഏതെങ്കിലും ഒരു ഇളകി നിൽക്കുന്ന ഒരാളിനെ അങ്ങ് പിടിച്ച് ഇളക്കി അവിടെ ഇങ്ങനെ ആൾക്കാരുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ നിന്ന് കുറേ നേരം ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അവസാനം അവർ ആ ഭൂതം പറയും 12 മണിക്ക് പോകാം. അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ, രാത്രി മുഴുവൻ 12 മണി വരെ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷയായിരുന്നു പണ്ട്. ഇപ്പം പുതിയ നിയമ ശുശ്രൂഷയിൽ വന്നപ്പോൾ ഈ മാനസാന്തരപ്പെടാതെ ഒരു ഭൂതവും പോകത്തില്ലെന്നാണ് സത്യം. അവനവൻ മാനസാന്തരപ്പെട്ട ഈ തലയൊക്കെ വെച്ച് അരി ആട്ടുന്ന പോലെ 1.5 മണിക്കൂർ 2 മണിക്കൂർ ആട്ടിയത് കൊണ്ട് പോകുന്നതല്ല ഈ ദുരാത്മാവെന്ന് നമ്മളെപ്പോലുള്ളവർ പഠിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാറേ ഇല്ല. കാരണം ഈ വ്യക്തികൾക്ക് പിന്നെ തലയിൽ കൈവച്ച് ശാസിച്ച് മുടിയെ പിടിച്ച് വലിച്ച് അവിടെ ഇട്ട് ഉരുട്ടി. കാരണം ഈ വ്യക്തിക്ക് അകത്തിരിക്കുന്ന ദുരാത്മാവിന് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇവന് അത് വിടാൻ താല്പര്യമില്ല. അപ്പോൾ ആ വ്യക്തി ഈ പിശാച് ഇരിക്കട്ടെ, അല്പം നാൾ കൂടെ ഇരിക്കട്ടെ, കാരണം ഈ സ്വഭാവം എന്നെ വിട്ട് മാറിയ ഞാനില്ല, ഞാൻ കർത്താവിനെ പോലെ ആയിപ്പോവും, അതുകൊണ്ട് അല്പം പകുതി പിശാചും പകുതി ദൈവമായിട്ട് ഞാൻ ഇരുന്നോളാം എന്നൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആര് പ്രാർത്ഥിച്ചാലും ഇനി എത്ര വലിയ കൊടികെട്ടിയ ഭൂതശാന്തി ശുശ്രൂഷ വന്നാലും ആ ഭൂതം പോകത്തില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭൂതമുള്ളത് സ്നാനപ്പെട്ടവരുടെ അകത്താണ്. അതാണ് സ്നാനപ്പെട്ട ഭൂതം. ഈ ഇരിക്കുന്ന വ്യക്തികൾ എന്നെ സ്നാനപ്പെട്ട് ഭൂതങ്ങളായിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ അത് മലയാളികളുടെ അകത്താണ്. നോർത്ത് ഇന്ത്യയിൽ ഇത്ര വിഷയമില്ല. ഹല്ലേലൂയ. മലയാളികൾക്കകത്താണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭൂതത്തോടു കൂടി എന്നെ മുങ്ങി എഴുന്നേറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പം സ്നാനപ്പെട്ട ഭൂതങ്ങളുള്ള ആൾക്കാർ അപ്പോൾ പെട്ടെന്നത് കൈവച്ചാലോ ശാസിച്ചാലോ പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, മാനസാന്തരപ്പെടണം, നല്ല ഫലം കായ്ക്കാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇനി ഇരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവന് നന്നായി, ഇവൾ നന്നായി എന്ന് പറഞ്ഞ് അങ്ങ് പോകും. ഹല്ലേലൂയ. അപ്പോൾ ആരും കൈവയ്ക്കാതെ തന്നെ അതങ്ങ് പൊയ്ക്കോളും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂതം നമുക്കറിയാം, എത്രായിരം ഭൂതം ആ ലഗ്യോൻ ബാധിച്ചവൻ്റെ അകത്ത് പിന്നെ കർത്താവ് യേശു ക്രിസ്തു ചെന്നപ്പോൾ സുബോധം, ഒറ്റ നിമിഷം കൊണ്ടാണ് കർത്താവ് ചെന്നപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ സുബോധം വന്നു. അവൻ്റെ അകത്തുള്ള 10-12,000 ഭൂതം, 6,000 ഭൂതം എന്ത് ചെയ്തു? ഇറങ്ങി ഓടിക്കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നോക്കേണ്ട, ഇത്രയും ഭൂതം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ശരീരത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ആരംഭ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭൂതശാന്തി ശുശ്രൂഷകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഭൂതം ഇളകി കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇതുപോലെ 12, 1 മണി 2 മണിയാവും. പുളിയുടെ കൊമ്പൊക്കെ ഒടിച്ചിട്ടിട്ട് പോകും. പിന്നെ പശു നിന്ന നിപ്പിന് തറ വീഴുന്നു. എന്തെല്ലാം അടയാളം ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും ഇന്ന് വരെ ഈ ഭൂതം ഇളവിയവരോ ഇളക്കിയവരോ ഇന്ന് വരെ നന്നായി ഞാൻ കണ്ടിട്ടില്ല. അതാണ് വിഷയം. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നിട്ട് കാര്യമില്ല. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം. എന്നാൽ എല്ലാ ഭൂതവും പോവും. പക്ഷേ ഭൂതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മളെപ്പോലെയൊന്നും അല്ല. ഒരാളിൻ്റെ ശരീരത്തിൽ കയറിയാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒലക്കയിൽ കിടക്കുമെന്ന് പറയുന്നത് പോലെ 2 പേർക്ക് മനസ്സുണ്ട്, ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു ഒലക്കയിൽ കിടക്കാമെന്ന് പറയുന്നത് പോലെ
നല്ല ഐക്യതയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒരു 5 ദിവസം ഇവിടെയുള്ള എല്ലാവരെയും കൂടെ ഇതിനകത്ത് തന്നെ ഒന്ന് ഇരുന്ന് വെളിയിലിറങ്ങരുത്, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 5 ദിവസമൊന്നും പോകില്ല, അതിനിടയ്ക്ക് അടി നടക്കും ഇവിടെ. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നാണ് ഐക്യത എന്ന് പറയുന്നത്. ദൈവമക്കൾക്കേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐക്യത ഇല്ലാതാക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിയാനുള്ള വെളിപ്പാട് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറേ നമ്മൾ വലിയൊരു ബുദ്ധിമാന്മാരായി മാറി നമ്മൾ പല രാജ്യങ്ങളും ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ ഇതെല്ലാം പൊളിഞ്ഞ് തറയെ വീഴാൻ പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ദൈവഹിതപ്രകാരം പണിതാൽ അത് നിലനിൽക്കാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ രാജ്യം പണിയുന്നവർ, അവനവൻ്റെ രാജ്യം പണിയുന്നവർ, അവർ ഐക്യതയെ തകർക്കുന്നു, അവർ ഭിന്നത ഉണ്ടാക്കുന്നു, അവർ യൂണിറ്റികളെ നശിപ്പിക്കുന്നു, അവർ ഭിന്നിച്ച് ഭരിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യം പണിയുന്നവർ ആരെ കൃപയുള്ളവനെ കണ്ടാലും കൂട്ടിച്ചേർത്ത് അവനെ ചേർത്ത് നിർത്തി, ഏറ്റവും ചെറിയവനെയും ചേർത്ത് നിർത്തി പണിയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പണി എന്ന് പറയുന്നത്. ഏത് അഭിഷേകമുള്ളവനെയും കൃപയുള്ളവനെയും എത്ര ചെറിയവനെയും നിസാരന്മാരെയും വിട്ടുകളയാതെ ചേർത്ത് നിർത്തി പണിയാൻ ശ്രമിക്കുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവരാജ്യത്തിന്റെ ഒരു സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കണം. ഭിന്നിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ല, ചിതറിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ല. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ മത്സരം ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ല. ദൈവരാജ്യം ഐക്യതയ്ക്കകത്ത് ഓടുന്നതാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അകത്ത് ആരും സൂപ്പർ സ്റ്റാർ ഇല്ല, ഒരൊറ്റ ആളെ സൂപ്പർ സ്റ്റാർ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിനകത്തൊരു സഭയുണ്ടെങ്കിൽ അവിടെ പാസ്റ്റർ മാത്രമല്ല ഉള്ളത്, അവിടെ എല്ലാ വിളിയുള്ളവരും അതിനകത്ത് കാണും. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ ദൈവസഭ വളരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചിന്തിക്കേണ്ട സമയമല്ല ഇത്. ഹല്ലേലൂയ. നിങ്ങളിൽ ആരാണ് ഒരു ശിശുവിനെ പോലെ ഉള്ളത്, അവനെയാണ് എനിക്ക് ആവശ്യം. നിങ്ങളിൽ വലിയവൻ, നിങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ ശിശു ആരാണ്, അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയവൻ. നിങ്ങളിൽ ആരാണ് വലിയവൻ? ശിശുവിനെ പോലെ, ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ, കള്ളമില്ലാതെ, കാപട്യമില്ലാതെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, വഞ്ചനയില്ലാതെ, ചതിയില്ലാതെ, വിഷഹൃദയമില്ലാതെ, ദുഷ്ടഹൃദയമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിയില്ലാതെ, മത്സരങ്ങളില്ലാതെ, ബുദ്ധിമാന്മാരാകാതെ, സ്വയം ബുദ്ധിമാനെന്ന് ചിന്തിക്കാതെ, പൊട്ടന്മാരെ പോലെ, നിഷ്കളങ്കരെ പോലെ ദൈവ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കുന്നവനിലൂടെയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഹല്ലേലൂയ. പല സഭകൾ തകരാൻ, പല പ്ലാനുകളും പദ്ധതികളും തകരാൻ കാരണം, പല സഭകളും ചിതറിപ്പോകാൻ കാരണം, പല സഭകളും ഭിന്നിച്ചു പോകാൻ കാരണം, പല ശുശ്രൂഷകളും നിന്നു പോകാൻ കാരണം ഹല്ലേലൂയ ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നമാണ്. ഇതുപോലെയുള്ള വിഷയങ്ങൾ ദൈവസഭകൾക്കകത്ത് കയറി വരുമ്പോൾ പതുക്കെ ആ സഭയുടെ ബലം ക്ഷയിച്ച് അത് കയറി വന്നതിനേക്കാൾ വേഗത്തിൽ അത് ഇല്ലാതായി മാറാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഐക്യതയുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും, പട്ടണങ്ങളെ പിടിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വന്നു, ഒന്നാമത് നിങ്ങളുടെ ഇടയിലെ ഭിന്നത, നിങ്ങളുടെ ഇടയിലെ ഞാനെന്ന ഭാവം, ഞാനാണ് വലിയവൻ, ഞാനാണ് ഇതിൻ്റെ ആള്, ഞാനാണ് ലീഡർ, ഞാനാണ് സീനിയർ, ഞാനാണ് ജൂനിയർ, ഇങ്ങനെയൊക്കെ ഉള്ള, ഇന്നലെ വന്നവനാണ് നീ, ഞാൻ നാളുകളായി വന്നവനാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് ഉപയോഗിക്കുന്നവൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, പ്രയോജനമുള്ളവൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, ഞാനെന്ന ഭാവം മാറിയിട്ട് അതിന് പകരം യേശു, ഹല്ലേലൂയ, അവൻ വലിയവൻ, അവനത് ചെയ്തു. കർത്താവ് ഉള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തു. ദൈവം ഉള്ളത് കൊണ്ട് അത് നടന്നു. ദൈവ കൃപയാൽ അത് നടന്നു. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എന്നെ ഉപയോഗിച്ചു. അവന്റെ കൃപയുള്ളത് കൊണ്ട് ഞാൻ നിന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നവരുമുണ്ട്, സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. സ്വന്തം എക്സ്പീരിയൻസ്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, ഞാൻ ഇന്ന ആൾക്കാരെ കൂടെ നിന്ന് എല്ലാം പഠിച്ച് 18 അടവും പഠിച്ചു. ഇങ്ങനെ പറയുന്നവർ അവസാനം ഓടാനേ സമയം വരൂ. ഹല്ലേലൂയ. കാരണം ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുള്ളവനെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്ത വായിക്കാം, 48 വായിക്കാം, 48 49 മുതൽ. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അടുത്ത വിഷയം വരുന്നത് ഒരുത്തൻ. യോഹന്നാൻ വന്ന് പറയുകയാണ്, ഒരുത്തൻ ഭൂതങ്ങളെ
ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ ഞങ്ങളെ കൂടെ ചേരാത്തത് കൊണ്ട്, അനുഗമിക്കാത്തത് കൊണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വരാത്തത് കൊണ്ട് അവനെ വിരോധിക്കണമേ എന്ന് നല്ലവനായ, നല്ല ഹൃദയമുള്ള, നിഷ്കളങ്കനായ നമ്മുടെ കർത്താവിനെയും കൂടെ ഇങ്ങനെയുള്ള കുറേ എണ്ണം കയറി ആ കർത്താവിനെ കൂടെ അഴിമതിക്കാരനാക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പലരുടെയും ചിന്ത കർത്താവിനെ നമ്മൾ അങ്ങ് പറഞ്ഞ് കൊട്ടേഷൻ ടീമിലെ ഒരു ലീഡറാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തത് കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തിൽ, കാരണം 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവർ തലകുത്തനെ നിന്നിട്ടൊരു ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല ശിഷ്യന്മാർക്ക്. ഹല്ലേലൂയ. 40-ാമത്തെ വാക്യം വായിക്കുകയാണ്. അവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു പൈശാചിക ശക്തി ഇവർ വിചാരിച്ചിട്ട് ഇളകാൻ പറ്റിയില്ല. കർത്താവ് വന്ന് ശാസിച്ചു, അവിശ്വാസമുള്ള കോട്ടവുമുള്ള തലമുറയാണ് നിങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ ശാസിക്കുമ്പോൾ അവിടെ മറ്റൊരുവൻ, ഇവരെ കൂടെ ഗ്രൂപ്പിലില്ലാത്തവൻ, പ്രാർത്ഥനയ്ക്ക് വരാത്തവൻ, കൂട്ടായ്മയ്ക്ക് വരാത്തവൻ, യേശുവിൻ്റെ കൂടെ നടക്കാത്തവൻ, എന്നാൽ അവൻ ഇവരെക്കാളും കൂടെ നടക്കുന്നവനേക്കാളും യേശു ആരാണെന്ന വെളിപ്പാടവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടെ 48 മണിക്കൂർ നടക്കുന്ന ഇവർക്ക് യേശു ആരാണെന്നറിയില്ല, യേശുവിൻ്റെ ആ പവർ അറിയത്തില്ല, കർത്താവിൻ്റെ സ്ഥാനമാനം അറിയത്തില്ല, കർത്താവിനെ ഓണർ ചെയ്യാൻ അറിയത്തില്ല. അവർ ഈ യേശുവിനെ കാണുന്നത് താൽക്കാലിക ഫുഡിന് വേണ്ടിയും താൽക്കാലിക വിടുതലിന് വേണ്ടിയും കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് കാണാമല്ലോ, ഇവർ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു, പിന്നെ മീൻ പിടിക്കാൻ പോയവരാ. അപ്പോൾ തന്നെ ഇവർ കൂടെ നടന്നെങ്കിലും ഇവരുടെ ഹൃദയത്തിനകത്ത് യേശുവുമായിട്ടൊരു ബന്ധമില്ല. കർത്താവ് ഇന്ന് അല്ലെങ്കിൽ നാളെ പോയാൽ ഞങ്ങളും പോകും, അവൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ കാണും. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ മാനസാന്തരപ്പെട്ടവരല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ പറഞ്ഞു ഈ സഭ അങ്ങനെ നിർത്തിയാൽ പിന്നെ ഞാൻ ഇനി എൻ്റെ പാട്ടിൻ്റെ പിന്മാറ്റത്തിൽ പോകും. ഇതിനകത്ത് വന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം ഒരു ഭാര്യ ഭർത്താവ് കൊണ്ടുവരുന്ന അവർ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം എന്താ സഭയിലുണ്ടായിരുന്ന പാഷന്മാരെയൊക്കെ ഒന്ന് കണ്ട് റെസ്പെക്റ്റ് ചെയ്ത് അവരോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തെങ്കിൽ അവരോട് ചെന്ന് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞവരിപ്പോൾ വീട്ടിൽ കയറിയിരിക്കുക. കാരണം ഒരു പാസ്റ്റർ, അവരുടെയൊക്കെ ദൈവം പാസ്റ്ററാണ്, ഇവരുടെയൊക്കെ ദൈവം, ഇവരെന്ന യഥാർത്ഥ മാനസാന്തരപ്പെട്ടവരല്ല, ഇവരാരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരല്ല. ഇവരെല്ലാം പാഷന്മാരെ കണ്ട് പാഷന്മാരെ രക്ഷകരായി കാണുന്നവരാ. ഹല്ലേലൂയ. ഈ പാഷന്മാരെ രക്ഷകരായി നിങ്ങൾ കാണരുത്, പാഷന്മാരെ നിങ്ങൾ ദൈവമായി കാണരുത്. നമ്മുടെ ദൈവം യേശുവാ. യഥാർത്ഥമായ രക്ഷ നിങ്ങളുടെ അകത്ത് കയറേണ്ടത് യേശുവാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൻ, ഹല്ലേലൂയ, സ്തോത്രം, പാഷന്മാരെ പറയുകയും ഓരോ ചർച്ചകളും ചാടിച്ചാടി കുരങ്ങന്മാരെ പോലെ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ ഭയമുള്ളവരെ കണ്ടാൽ അറിയാം. ഹല്ലേലൂയ. അവർ ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ പോകത്തില്ല, ഓരോ ചർച്ച ചാടി ചാടി നടക്കത്തില്ല. അവർക്ക് ഒരു സഭ അടഞ്ഞാൽ, ഒരു വഴി അടഞ്ഞാൽ, ഒരു ചർച്ച് പൂട്ടിയാൽ അവരുടെ വിശ്വാസം അവിടെ നിൽക്കത്തില്ല. കാരണം അവരുടെ രക്ഷകൻ യേശുവാണ്. ഒരു കൊറോണ വന്ന വീട്ടിനകത്ത് ഇരിക്കേണ്ടി വന്നാലും അവൻ്റെ വിശ്വാസം അത് എന്ന് നിലനിൽക്കും, അത് തകർന്നു പോകത്തില്ല. കാരണം അവൻ്റെ രക്ഷകൻ യേശുവാണ്. അവൻ എവിടെ ഇരുന്നാലും അത് സഭയാണ്. അവൻ്റെ വീട്ടിനകത്തും അവനൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവര്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികള്, യേശുവാണ് നിന്റെ രക്ഷകരെങ്കിൽ നീ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവനല്ല. നിന്റെ കൂടെ കൂടാത്തവനെ, നിന്നെ അംഗീകരിക്കാത്തവനെ, നിന്നെ മാനിക്കാത്തവനെ, അല്ലെങ്കിൽ നിന്റെ വാക്ക് കേൾക്കാത്തവനെ അപമാനിച്ച് വിരോധിക്കണമെന്ന് പറയുന്നവനല്ല ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തില് നിന്റെ കൂടെ നടന്നില്ലെങ്കിലും നിന്നേക്കാൾ ഉപരി ശുശ്രൂഷ അവൻ ചെയ്യുന്നെങ്കിൽ നീ അവനെ വിരോധിക്കേണ്ട കാര്യമില്ല. കാരണം യേശുവിന് അനുകൂലമാണവൻ, അവൻ നിനക്ക് പ്രതികൂലമല്ല. ഹല്ലേലൂയ. അവൻ യേശുവിന് അനുകൂലമായതുകൊണ്ട് അവനെ വിരോധിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ നിങ്ങൾക്ക് വിരോധമല്ലാത്തവനെ നീ എന്തിനാ വിരോധിക്കുന്നത്? അവൻ എനിക്ക് അനുകൂലമാണ്, അവൻ എൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നോക്കിക്കൊള്ളണം, ഈ ഇവരെ കൂടെ ചേർന്ന് നടക്കാത്തത് കൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അടുത്ത കാര്യം കൊടുത്ത് പറഞ്ഞാട്ടെ, ഈ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഈ സ്വഭാവങ്ങളും കൊണ്ട് നടന്നാൽ ദൈവരാജ്യം വെളിപ്പെടുകയില്ല കേട്ടോ.
പ്രൈസ് ദി ലോർഡ്. ഹാലെ, നിന്റെ കൂടെ ചേരാത്തവരെ എല്ലാം വിരോധിക്കുന്ന സ്വഭാവം നിന്നെ വിട്ട് മാറണം. നിന്നെ അംഗീകരിക്കാത്തവരെ എല്ലാം വിരോധിക്കുന്ന സ്വഭാവം നിന്നെ വിട്ട് മാറണം. ഹല്ലേലൂയ. നിന്റെ കൂടെയുള്ള നിന്റെ ഗ്രൂപ്പിനകത്ത് വരാത്തവരൊന്നും ശരിയല്ലെന്ന് പറയുന്ന അതങ്ങ് മാറണം. എന്നിട്ട് പറയണം, നിനക്ക് യേശുവിന് വിരോധമല്ലാത്തവരെല്ലാം യേശുവിന് അനുകൂലമാണ്. അവൻ യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നിന്റെ ഗ്രൂപ്പിലുള്ളവനാകാം, നിന്റെ സഭയിലുള്ളവനാകാം, നിന്റെ സഭയിൽ ഇല്ലാത്തവനാകാം, നിന്റെ ചർച്ചിൽ വരുന്നവനാകാം, വരാത്തവനാകാം. പക്ഷെ ഇന്ന് പകൽ അവൻ യേശുവിൻ്റെ നാമമാണ് അവൻ ഉപയോഗിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ നാമത്തിലാണ് അവൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ അവര് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നീ അവരെ വിരോധിക്കാൻ നീ ആരുമല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എനിക്ക് അനുകൂലമായവനാണ് അവൻ. നീ അവനെ എന്തിനാ വിരോധിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഇതാണ് കർത്താവ് പെട്ടെന്നൊരു തീരുമാനമെടുത്ത്. എമർജൻസിയായി കർത്താവിന് മനസ്സിലായി, ഇവരുടെ ഇടയിൽ ഗ്രൂപ്പിസം തുടങ്ങിക്കഴിഞ്ഞു, ഇവരുടെ ഇടയിൽ ഞാനാണ് വലിയവനെന്നുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു, ഇവരുടെ ഇടയിൽ പിശാച് അങ്ങ് കയറിയിരിക്കുക, ഇവരുടെ നിഗളം അങ്ങ് കയറിയിരിക്കുക, ഇവരുടെ പാത ശരിയല്ല, ഇവരുടെ വഴി ശരിയല്ല. ഇനി യവന്മാരെ വിട്ടാൽ ശരിയാകത്തില്ല. യവന്മാരുടെ മേലുള്ള ഈ ദുരാത്മാവ് മറ്റുള്ളവരുടെ മേലും കയറും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു 70 പേരെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുക. ഹല്ലേലൂയ. അങ്ങനെയാണ് 70 പേരെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അവരെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുന്ന ഒരു വെളിപ്പാടുണ്ട്, ഇവരോട് പറയാത്തൊരു വെളിപ്പാട്. ഇതാ, കൊയ്ത്ത് വളരെയധികമുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. അധികമായൊരു കൊയ്ത്തുണ്ട്. പക്ഷേ ഈ നെടുമങ്ങാടും ഈ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് അസാധാരണമായൊരു കൊയ്ത്ത് നമ്മുടെ മുമ്പിൽ ഇതാ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഈ കൊയ്ത്ത് നടക്കണമെങ്കിൽ ഒരുമയോടെ, ഐക്യതയോടെ, ദൈവസ്നേഹത്തിൽ ദൈവരാജ്യം പണിയണം, ആത്മാക്കളെ നേടണം, ജാതികളെ നേടണം. എവിടെ കൊണ്ടുവച്ച് ചർച്ച വെച്ചാലും അവിടെ ജാതികൾ കൂട്ടമായി വരണം. ഡ്രൈ ലാൻഡുകൾ, മരുഭൂമി പോലെ കിടക്കുന്ന ദേശങ്ങളിൽ ജാതികളെ നേടാൻ, ആയിരക്കണക്കിന് ജനങ്ങളെ നേടാൻ, ജാതികളെ നേടാൻ, കൂട്ടമായി ജനങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവം നിന്നെ കണ്ടിരിക്കുക. അങ്ങനെയുള്ള ചിലർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് പകൽക്കാലം കൊയ്ത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വെളിയുള്ള ചിലർ, പട്ടണങ്ങളെ പിടിക്കുന്ന ചിലർ, രാജ്യങ്ങളെ പിടിക്കുന്ന ചിലർ, ഗ്രാമങ്ങളെ പിടിക്കുന്ന ചിലർ, പാലയിൽ ഹോസ്പിറ്റലുകൾക്കകത്ത് പോയാൽ അവിടെ ഹോസ്പിറ്റലിനെ അടച്ചിടുന്ന ശുശ്രൂഷ ചെയ്യുന്ന ചിലർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. യെസ്, ഹല്ലേലൂയ. നിന്റെ ദേശം നീ മുഖാന്തരം യേശുവിനെ അറിയാൻ പോവുകയാണ്. നീ പട്ടണങ്ങളെ പിടിക്കാൻ പോവുകയാണ്. നീ ഒരു റിവൈവലാകാൻ പോവുകയാണ്. നീ ഒരു കൊയ്ത്തിന് വേണ്ടി അരിവാള് കയ്യിൽ പിടിച്ചുകൊണ്ട് കൂട്ടമായി ജാതികളെ നേടുന്ന, ആത്മാക്കളെ നേടുന്ന ഒരു കൊയ്ത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ പ്രാപിച്ചോ. ഒരു കൊയ്ത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ ഇറങ്ങി വരട്ടെ. ചിലരുടെ അകത്തത് തീയായി വെളിപ്പെടട്ടെ. ചിലർ ഇന്ന് പകല് ചില കൊയ്ത്തിന്റെ അരിവാളുമായി, ഒരു തീപന്തമായി, ഒരു മിദ്യാനിയ ശക്തികളെ തകർക്കുന്ന ഗിദയോനെ പോലെ, പാരമ്പര്യങ്ങളെ തകർക്കുന്ന ഗിദയോനെ പോലെ ചിലരുടെ മേൽ ദൈവത്തിന്റെ തീ. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ദൈവ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുക. ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു, നീ ഒരു കൊയ്ത്തിനുള്ള വിളിയുള്ള വ്യക്തിയാണ്. ഇതിനകത്ത് പലരും കൊയ്ത്ത് നടത്താൻ നീ ഇന്ന് കാണുന്നവനല്ല. നാളെ നിന്നെ കണ്ട് ജനം ഞെട്ടിപ്പോകുന്ന രീതിയിൽ ആയിരങ്ങളെ നേടാൻ, 10,000-ങ്ങളെ നേടാൻ, പട്ടണങ്ങളെ നേടാൻ, ഗ്രാമങ്ങളെ നേടാൻ, നിന്റെ ദേശത്തിലുള്ള പലരെ നേടാൻ, നിനക്കൊരിക്കലും നേടാൻ കഴിയത്തില്ലെന്ന് നീ പറയുന്ന വലിയ വില്ലന്മാരെ നേടാൻ, വലിയ 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 മല്ലന്മാരെ നേടാൻ ഒരു അഭിഷേകം, ഒരു കൊയ്ത്തിന്റെ അഭിഷേകം, ഒരു ഉണർവിന്റെ അഭിഷേകം, ഒരു റിവൈവലിന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. കൊയ്ത്തിന് വേണ്ടി ചിലരെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ പോകും. ഈ മെസ്സേജ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവിടെ പറഞ്ഞതുപോലെ ഇവിടെയും പറയാൻ കാരണം റിവൈവലിന്റെ സീസൺ. വലിയൊരു കൊയ്ത്ത് നമ്മുടെ സഭയുടെ മുമ്പിൽ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പേര് വെക്കുന്ന ഇടങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ. ഹല്ലേലൂയ. തിരുവനന്തപുരം പട്ടണത്തെ നമ്മൾ പിടിക്കും. പട്ടണം പിടിക്കാൻ കൊയ്ത്ത്, ഒരു കൊയ്ത്തിന് വേണ്ടി എക്സ്പീരിയൻസ് ഉള്ളവരെ അല്ല, പൊട്ടന്മാരെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരെ അല്ല, ദൈവം പൊട്ടന്മാരെ പോലെ
നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിന്ന് കൊടുക്കുന്ന ചിലരെ ഇന്ന് പകൽ എന്റെ ദൈവം പട്ടണങ്ങളെ പിടിക്കാൻ നിങ്ങൾ അനവധി വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ട് കാണാം, അനവധി ദൂതുകൾ നിങ്ങൾ കേട്ട് കാണാം. ഞാനൊരു കാര്യം പറയട്ടെ, ദൂത് വെളിപ്പെടണം, നീ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ഒരൊറ്റ ക്വാളിറ്റി മാത്രമേ നിന്നിലുണ്ടാകൂ. നീ വലിയ അറിവുള്ളവനായി മാറരുത്, നീ ഒരുപാട് ചിന്തിക്കുന്നവനായി മാറരുത്. ഒരുപാട് ചിന്തിക്കുന്നവനെ ദൈവത്തിന് ആവശ്യമില്ല, ഒരുപാട് അറിവുള്ളവനെ ദൈവത്തിന് ആവശ്യമില്ല, ഒരുപാട് ബുദ്ധിയുള്ളവനെയല്ല ദൈവത്തിന് ആവശ്യം. എന്ന പകല നിഷ്കളങ്ക ഹൃദയത്തോടെ ശിശുക്കളെ പോലെ തൊട്ടന്മാരെ പോലെ എന്റെ ദൈവം പറഞ്ഞാൽ, കറുത്ത കാക്കയെ കണ്ടാൽ എന്റെ ദൈവം പറയുന്നത് വെളുപ്പാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ലോജിക്കുകൾ മാറി നിൽക്കും. ഇത് ലോജിക്കാണോ എന്ന് നീ ചോദിക്കും, ഇല്ല. ഇത് ഫിലോസഫി ആണോ എന്ന് ചോദിക്കും, ഇല്ല. ഇതിന് തെളിവുണ്ടോ? തെളിവില്ല. ഇതിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഇല്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും നിരത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ വിശ്വാസമുള്ള ഒരു കൂട്ടം പേര്, വഴിയിൽ പൊക്കണമെടുക്കാത്ത, വഴിയിൽ വടിയെടുക്കാത്ത, വഴിയിൽ ഭക്ഷണങ്ങൾ എടുക്കാത്ത, പോക്കറ്റിൽ പൈസ കൊണ്ട് നടക്കാത്ത ഹല്ലേലൂയ വിശ്വാസ വീരന്മാരായ ഒരു കൂട്ടം പേരെ ഈ തലമുറയിൽ എന്റെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ തലമുറയിൽ എന്റെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പാരമ്പര്യങ്ങളില്ലാത്ത ഒരു കൂട്ടം പേരെ, അപ്പന്റെ പാരമ്പര്യം പറയാനില്ലാത്ത ഒരു കൂട്ടം പേരെ, വർഷങ്ങളുടെ പാരമ്പര്യം പറയാനില്ലാത്ത ഒരു കൂട്ടം പേരെ, ബൈബിൾ കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞ് പാരമ്പര്യം പറയാൻ, പ്രാഗൽഭ്യം പറയാൻ ഒരു കൂട്ടം പേരെ എൻ്റെ ദൈവം ഈ കാലഘട്ടത്തിൽ അന്ത്യകാലത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇത്ര വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചവനാ ഞാൻ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യും എന്നൊന്നും പ്രാഗൽഭ്യം പറയാത്ത ചിലരെ ഈ അന്ത്യകാലത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലാംഗ്വേജ് ഒരു വിഷയമല്ല, പാരമ്പര്യം ഒരു വിഷയമല്ല, വിദ്യാഭ്യാസം ഒരു വിഷയമല്ല, പ്രാഗൽഭ്യം ഒരു വിഷയമല്ല, എക്സ്പീരിയൻസ് ഒരു വിഷയമല്ല, എന്താണ് നിനക്ക് അറിയാവുന്ന ഒരു വിഷയമല്ല. എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമം പറയാൻ, യേശുവിന്റെ നാമം പറയാൻ, യേശുവിന്റെ നാമം പറയാൻ, എഴുന്നേറ്റ് അയക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമം പറയാൻ മാത്രം തന്റെ ഇടമുള്ള ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇനിയുള്ള നാളുകളിൽ മണിക്കൂറുകൾ മെസ്സേജ് പറഞ്ഞ് ശുശ്രൂഷിക്കാനുള്ള സമയമല്ല ഈ കാലഘട്ടം വരാൻ പോകുന്നത്. ഇനി വചനം പറഞ്ഞ് മണിക്കൂറുകൾ വചനത്തിന് ആഴങ്ങൾ പറഞ്ഞും അതിഭയങ്കരമായ ഡീപ്പ് പറഞ്ഞ് റെവലേഷൻ പറഞ്ഞും ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമല്ല ഇനി വരാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തു വരാൻ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കൾ പുറത്തു വരാൻ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ ഊമരും ചെകിടരും കുരുടരും സൗഖ്യമാകാൻ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ വികലാംഗർ സൗഖ്യമാകാൻ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുന്നു. ഈ ലോകം ഈ അന്ത്യകാലത്ത് ഈ ലോകം ഇനി കാണാൻ പോകുന്നത് ദൈവസഭകളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ജനം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് നടന്നതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലൂടെ അപ്പോസ്തലന്മാർ ദൈവവചനത്തെ ഉറപ്പിച്ചു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഉറക്കണമെങ്കിൽ അത്ഭുതങ്ങൾ നടന്നേ മതിയാകൂ. ദൈവം പറയുന്ന വചനം രോഗികൾ സൗഖ്യമാക്കുന്ന, അടിപിണരൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ രോഗികൾ സൗഖ്യമായേ പറ്റത്തുള്ളൂ. മനുഷ്യപുത്രൻ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ വന്നെന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവിടെ പിശാചിന്റെ പ്രവൃത്തി അഴിഞ്ഞേ പറ്റത്തുള്ളൂ. മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു ഉണ്ടെന്നല്ല, മരിച്ചവനെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് വെളിപ്പെടണം, പറയുന്ന വചനം പുറത്തു വരണം, അത് മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം, അത് വെളിപ്പെട്ടു വരണം. അങ്ങനെ ഒരു കാലം ഇതാ ദൈവസഭയിൽ, ഇന്ത്യൻ സഭയ്ക്കകത്ത് ദൈവം അത് ചെയ്തെടുക്കാൻ പോയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മാത്രമേ കർത്താവിന്റെ രാജ്യം ഇവിടെ പണിയാൻ പറ്റത്തുള്ളൂ. പ്രസംഗം കൊണ്ട് വർഷങ്ങൾ 100 വർഷം കൊണ്ട് പ്രസംഗിച്ചിട്ട് നടക്കുന്നില്ല. 5 ലക്ഷം പേരിലകത്ത് പെന്തക്കോസുകാരില്ല കേരളത്തിൽ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണം ബൈബിൾ കോളേജിൽ 3, 4, 5, 10 വർഷം പഠിപ്പിസ്റ്റുകളായി ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. BTH ഉണ്ട്, BD ഉണ്ട്, പക്ഷെ തീയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തീയില്ലാത്ത കുറേ എണ്ണം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർക്ക് പ്രസംഗിക്കാൻ അറിയാം, മണിക്കൂറുകളുടെ മെസ്സേജുകൾ അവർക്ക് തിയോളജി പറയാൻ അറിയാം. പക്ഷേ കർത്താവിൻ്റെ മഹത്വം, ശക്തിയുടെ പ്രകടനം, പൗലോസ് പറഞ്ഞു, എൻ്റെ
പ്രസംഗം വശീകരണ വാക്കുകളാലല്ല. എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രസംഗം അത് ദൈവവചനത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്, പ്രകടനമാണ്, ദൈവശക്തിയുടെ പ്രകടനം, ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം. അതിനായി തയ്യാറായിക്കോ. അതിനായി നിന്നെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ എത്ര പേരുണ്ട് ദൈവവചനത്തിന്റെ ശക്തിയുടെ പ്രകടനമായി നിന്റെ ശുശ്രൂഷ മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? നീ പ്രാസംഗികനായി കേട്ടുകൊണ്ടിരിക്കുന്നവനല്ല, വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ഞാൻ ചോദിക്കുന്നു, നീ കേട്ടുകൊണ്ടിരുന്ന പോരാ, നീ പ്രവർത്തിക്കുന്നവനായി മാറണം, നീ ശുശ്രൂഷിക്കുന്നവനായി മാറണം, നീ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി മാറണം. ഹല്ലേലൂയ. അതിന് എത്ര വർഷത്തെ പ്രാഗൽഭ്യമൊന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളുടെ പാരമ്പര്യമൊന്നും വേണ്ട. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പാഷന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ അങ്ങനെ വചനത്തിനകത്ത് എഴുതിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഭാഷന്മാർക്ക്, അപ്പോസ്തലന്മാർക്കും മറ്റുള്ളവർക്ക് മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ പാസ്റ്ററാകണമെന്നല്ല വചനം പറയുന്നത്. വചനം പറയുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർ ഹാനി വരികയില്ല. കാരണം വിശ്വസിക്കുന്നവരാരാ? മക്കൾ, മക്കൾ. ഹല്ലേലൂയ. പാസ്റ്റർമാർക്ക് സാധിക്കാത്തത് മക്കൾക്ക് സാധിക്കും. പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മക്കളാ, നമ്മളാ, ഞാനും നിങ്ങളും ആദ്യം ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. മക്കൾക്ക് സാധിക്കാത്ത ലോകത്ത് ആർക്കും സാധിക്കത്തില്ല. ഒരു പാസ്റ്ററിന് സാധിക്കത്തില്ല. ഇന്ന് പകല് ദൈവത്തിന്റെ മക്കളായ എനിക്കും നിനക്കും വചനം പറയുന്നു, നീ അവകാശിയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ ഏറ്റവും വലിയ പൊസിഷൻ തന്നെ മക്കൾ എന്ന അവകാശമാണ്. മക്കൾക്ക് അപ്പൻ എന്ത് ചെയ്തു അതെല്ലാം മക്കൾ ചെയ്യും. മക്കളുടെ പ്രത്യേകത അപ്പനെ പോലെ ആകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മക്കൾ എന്താണ്? മക്കളെന്ന് പറഞ്ഞാൽ ഇന്ന ആളിൻ്റെ മക്കള്, യേശുക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഡിഗ്രിയോ ബൈബിൾ കോളേജിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. മക്കളാണെങ്കിൽ മക്കളെ സ്വഭാവം കാണിച്ചിരിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നിന്റെ അകത്ത് രക്ഷിക്കപ്പെട്ടതോടുകൂടി വന്നു കഴിഞ്ഞു. അവൻ്റെ ആത്മാവ് വന്നതോടുകൂടി നിങ്ങൾ അവനിലുള്ള ആളായി മാറിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എവിടെ കൊണ്ട് ഇട്ടാലും നിന്റെ സ്വഭാവം നീ കാണിക്കും, യേശുവിൻ്റെ സ്വഭാവം കാണിക്കും. ദൈവമക്കളാകുന്ന നമ്മൾ പിശാചിനെ കണ്ട് ഭയപ്പെടുകയില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവന്റെ സ്വഭാവം, യേശുവിന്റെ സ്വഭാവം കാണിക്കും. അവർ ഭയപ്പെടുന്നവരല്ല, ഭയപ്പെടുത്തുന്നവരാണ്. ദൈവമക്കൾ ഭയപ്പെടുന്നവരല്ല, പിശാചിനെ കണ്ട് ഓടുന്നവരല്ല, പിശാചിനെ ഭയപ്പെടുന്നവരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു പിശാചിനെ ഭയപ്പെട്ടോ? യേശുക്രിസ്തു പിശാചിനെ കണ്ടപ്പോൾ ഓടിക്കോ? ദാ പിശാച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ? മരുഭൂമിയിൽ വെച്ച് പിശാച് നേരിട്ട് ഇറങ്ങി വന്ന കർത്താവിൻ്റെ അടുക്ക വന്നപ്പോൾ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണോ? ഇല്ല. ദാ വലിയ പോരാട്ടമാണ് എന്ന് പറഞ്ഞോ? വെള്ളമുണ്ടാക്കിയോ? വലിയ ഒരു പോരാട്ടം എന്ന് പറഞ്ഞോ? യേശുക്രിസ്തു ഏതെങ്കിലും ഗലീലയിലേക്ക് പോവുകയാണ്. അവിടെ മുഴുവനും ഊമരും ജഗടരും ശാപം പിടിച്ച സ്ഥലമാണ്. കർത്താവ് പറഞ്ഞു, അയ്യോ ശാപം പിടിച്ച പോരാട്ടമുള്ള സ്ഥലത്ത് ഞാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഒരു ഭൂതത്തെ കണ്ട, അയ്യോ കൈവയ്ക്കരുത്, കൈവച്ചാൽ ഇവൻ എൻ്റെ മണ്ടേ കയറുമെന്ന് പറഞ്ഞോ? ഇല്ല. വ്യഭിചാരി ഓടി വന്നപ്പോൾ യേശു പറഞ്ഞോ, എന്നെ തൊടരുത്, തൊട്ടാൽ ഞാനും വ്യഭിചാരിയാവുമെന്ന് പറഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. കുഷ്ഠരോഗി വന്നപ്പോൾ പറഞ്ഞോ, എന്നെ തൊടരുത്, എനിക്കും കുഷ്ഠം വരുമെന്ന് പറഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. അതാണ് യേശുവിൻ്റെ ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നീയും അതുപോലെയാണ്. നീ യേശുവിനെ പോലെയാണെന്ന് പറഞ്ഞേ മാത്രമല്ല, നിന്റെ പ്രസംഗം കൊണ്ട് നീ യേശുവിനെ കൊണ്ട് പോലെയാണെന്നല്ല നീ പറയേണ്ടത്. നീ യേശുവാന്റെ അവനെ പോലെ ആണെങ്കിൽ ഒരു പോരാട്ടം, ഒരു പോരും, ഒരു ബന്ധനവും, ഒരു ആഭിചാരവും, ഒരു മന്ത്രവാദവും ഒന്നും നിന്നെ തൊടുകയില്ലെന്ന് പറയാൻ ഒരു വെളിപ്പാടുള്ള ജനം ഇതിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു പോരാട്ടം എനിക്കില്ല, ഒരു ബന്ധനം എനിക്കില്ല, ഒരു ആഭിചാരം എന്നെ തൊടുകയില്ല. പഴയ നിയമവിശ്വാസികൾ പറഞ്ഞു യാക്കോബിന് ആഭിചാരം ഫലിക്കയില്ലെന്ന്. എന്നാൽ പുതിയ നിയമവിശ്വാസിയെ യേശുവിന്റെ മക്കളാണ് നീയെങ്കിൽ, യേശുവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഒരു ആഭിചാരവും, ഒരു മന്ത്രവാദവും, ഒരു ബന്ധനവും നിന്നെ തൊടുകയില്ല. വായി തുറന്ന് അടുത്തിരിക്കുന്നവര് പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞാട്ടെ, ഒരു ആഭിചാരം, ഒരു രോഗം, ഒരു ബന്ധനം, ഒരു പിശാചിന്റെ ഒന്നും നിന്നെ തൊടുകയില്ല.
കാരണം നീ യേശുവിന്റെ തലമുറയാണ്, നീ യേശുവിന്റെ ആത്മാവുള്ളവനാണ്, നീ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണ്, നീ രാജപുരോഹിത വർഗമാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഭയപ്പെടുന്നവനല്ല, നീ ഭയപ്പെടുത്തുന്നവനാണ്. നീ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവുള്ളവനാണ്, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവ്. ധൈര്യത്തിന്റെ ആത്മാവുള്ളവൻ പുതിയ സൃഷ്ടിയാണ്. നീ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് നീ ജീവനോടെ കൂടി ഇരിക്കുന്നു. ഹല്ലേലൂയ. പാതാളത്തിന്റെയും ഹല്ലേലൂയ സ്തോത്രം സകലത്തിന്റെയും ജീവന്റെയും താക്കോല് നിന്റെ അകത്തിരിക്കുക. ഹല്ലേലൂയ. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന വചനമുണ്ട്. കാരണം നീ യേശുവിനെ അറിഞ്ഞവനാണ്, യേശുവിന്റെ ആത്മാവുള്ളവനാണ്. നീ മരിച്ചവനല്ല, നീ ജീവനുള്ളവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കൊയ്ത്തുണ്ട്, അടുത്ത കൊയ്ത്തുണ്ട് കേട്ടോ. അത് ശ്രീജുവിലൂടെ അല്ല. ഹല്ലേലൂയ. ഷിജുവിലൂടെ അല്ല. നീ പറഞ്ഞാട്ടെ, ഷിജു പാർഷയിലൂടെയുള്ള കൊയ്ത്തൊന്നല്ല. വചനം പറയുന്നത് നിന്നിലൂടെ, നമ്മളിലൂടെ, ഓരോ വ്യക്തികളിലൂടെ. നീ പോകുന്ന ഇടങ്ങളിലെല്ലാം നിന്റെ വീട്ടിനകത്ത് കൊയ്ത്ത് ആരംഭിക്കട്ടെ, നിന്റെ ചുറ്റുപാട് കൊയ്ത്ത് ആരംഭിക്കട്ടെ. നീ ഒരു കൊയ്ത്തിന്റെ അഭിഷേകമുള്ളവൻ. റീപ്പിംഗ് ഗ്ലോറി. ഓ റീപ്പിംഗ് ഗ്ലോറി. വയലന്റ് റീപ്പിംഗ് ഗ്ലോറി. ചിലര് ചെറുതായിട്ട് കൊയ്യും, ചിലര് വലുതായിട്ട് കൊയ്യും. വലുതായി കൊയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? ചെറുതായി കൊയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇന്ന് പകൽ കൊയ്ത്ത് വരികയാണ്. രണ്ട് തരത്തിലുള്ള അനോയിന്റിംഗ് ഉണ്ട്. ചെറിയ കൊയ്ത്ത്, ഹല്ലേലൂയ, പേഴ്സണൽ ഇവാഞ്ചലിസം. അതാണ് റീപ്പിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. എന്താണ് പേഴ്സണൽ ഇവാഞ്ചലിസം? വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷ. ഇവാഞ്ചലിസം വ്യക്തിപരമായിട്ട് വ്യക്തികളെ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് വന്ന് ഒരു വ്യക്തി വന്ന് രക്ഷിക്കപ്പെട്ട് വരും. പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരൊറ്റ പെൺകുട്ടി മാത്രം സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. പക്ഷേ കൊറിയ മുഴുവനും ആ വ്യക്തിയെ പിടിച്ചടക്കിയവൻ. അതുകൊണ്ട് നീ ഒരാളിനോടായിരിക്കും പറഞ്ഞത്, പക്ഷെ ആ വ്യക്തി ആയിരങ്ങൾ നേടുന്നവനായി മാറും. ജേക്കബ് ഉപദേശി ഞങ്ങളുടെ വീട്ടിനെ മാത്രം രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ പിശാച് വിചാരിച്ചു ഇവർ മാത്രം യേശുവിനെ അറിയില്ല. ഞങ്ങളിലൂടെ ഇന്ന് നെടുമങ്ങാട്, ട്രിവാൻഡ്രത്ത്, ലോക രാജ്യങ്ങളിൽ ആയിരങ്ങൾ യേശുവിനെ അറിയുന്ന ഒരു തീയായി മാറിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. നീ സുവിശേഷം പറയുമ്പോൾ പറയുന്ന വ്യക്തി നിന്റെ കണ്ണിൽ നിസ്സാരനായിരിക്കാം, പക്ഷേ നാളെ അവനൊരു തീയായി മാറാൻ പോകുന്നു. ഒരു വലിയ തീപന്തമായി മാറും, ഒരു വലിയ സ്ഫോടനമായി മാറും, ഒരു ബോംബായി മാറും. അതുകൊണ്ട് നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആരെ നീ വിടരുത്. ആരെ കെട്ടിയാലും വിടരുത്. പറഞ്ഞിട്ട് ആരെ കെട്ടിയാലും വിടരുത്, ആരെ കെട്ടിയാലും വിടരുത്. കാരണം നീ പറയുന്നവൻ നാളെ ഇന്ന് അവൻ താൽക്കാലിക പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കും. നീ സുവിശേഷം പറയുമ്പോൾ താൽക്കാലികമായ ഒരു രോഗത്തിനോ വിടുതലിനോ വേണ്ടി അവൻ യേശുവിനെ സ്വീകരിക്കും. പിന്നെ അവൻ്റെ അകത്ത് ഈ വിത്ത് കയറിയാൽ ആ വിത്ത് അതിനകത്ത് സൈലൻ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. സൈലൻ്റായി വർക്ക് ചെയ്യും. ഒരു ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരുത്തന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ വിത്തുകൾ അതിനകത്തുള്ള എല്ലാവൻ്റെ പേരും വരും. പെട്ടെന്ന് വെളിപ്പെടില്ല. ഇവൻ്റെ കുളി കഴിഞ്ഞാലേ വെളിപ്പെടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊറോണ ഒരുത്തന് വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരുത്തന് വരും. ഇത് പകർച്ചവ്യാധിയാണ്, ഇതൊരു പകർച്ചവ്യാധിയാണ്. ഹല്ലേലൂയ. അഭിഷേകം നിന്റെ അകത്ത് കയറിയാൽ, രക്ഷ നിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, ഒരുത്തന്റെ അകത്ത് കയറിയാൽ, ഒരു വീട്ടിൽ കയറിയാൽ അതൊരു പകർച്ചവ്യാധിയാണ്. അത് ആ വീട്ടിലുള്ള സകലരെയും തൊടും, ആ ദേശത്തെ തൊടും, ആ പട്ടണത്തെ തൊടും. നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇതൊരു പകർച്ചവ്യാധി പോലെ, ഒരു ആത്മസാന്നിധ്യം, ഒരു ബാധ കയറിയത് പോലെ ഇത് ദേശങ്ങളെ പിടിച്ചു വിടുന്നതാണ്. അപ്പൊ കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? അവരോട് മാത്രം ദൈവം പറഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള, പാരമ്പര്യമുള്ള വലിയ ആൾക്കാരൊക്കെ ഇരുന്നപ്പോൾ അവരോട് ദൈവം ഷെയർ ചെയ്തില്ല കൊയ്ത്തിനെ കുറിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും ഈ ലോകത്ത് അനവധി സഭകളുണ്ട്, ചർച്ചുകളുണ്ട്, പാരമ്പര്യം പറയുന്നവരുണ്ട്. മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടുള്ള ചർച്ച എന്ന് പറയുന്നവരുണ്ട്. 25, 50, 30 പേരെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. 3000 പേര് ഉള്ള സഭകളുണ്ട്. പക്ഷേ വളർച്ചയില്ല. ഫിഷ് ടാങ്കിനകത്ത് പോലെ കിടക്കുന്നത് പോലെ അവിടെ തന്നെ ഒതുങ്ങിക്കിടക്കുന്ന സഭകൾ. അവർ പാരമ്പര്യം പറഞ്ഞ്, എക്സ്പീരിയൻസ് പറഞ്ഞ്, അവരുടെ ആരാധനകൾ, പിതാക്കന്മാരുടെ ആരാധനകൾ എന്ന് പറഞ്ഞ് അവരതിനെ ഫോളോ ചെയ്യുമ്പോൾ ഇന്ന് പകൽ നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ളവനെ അല്ല ദൈവം റിവൈവലിന് യൂസ് ചെയ്യുന്നത്. നിഷ്കളങ്കരായി പൊട്ടന്മാരെ പോലെ യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നവരെ ദൈവം അന്ത്യകാലത്ത് റിവൈവലിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. അന്ത്യകാല ഉണർവ് അങ്ങനെയുള്ള കരങ്ങളിലാണ്. വളർച്ചയുള്ള സഭകൾ,
വളരുന്ന സഭകൾ, വർദ്ധിക്കുന്ന സഭകൾ, ഉണരുന്ന സഭകൾ, ഐക്യതയുള്ള സഭകൾ, ഒരുമിച്ച് നിൽക്കുന്ന സഭകൾ, ഞാനെന്ന ഭാവമില്ലാത്ത സഭകൾ, ഞാനല്ല കർത്താവിനിൽ വളരും, ഞാനോ കുറയണം കർത്താവോ വളരണമെന്ന് പറയുന്ന സഭകൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരോട് കർത്താവ് പറഞ്ഞു കൊയ്ത്തിന്റെ സമയമായി. മറ്റവരോട് പറഞ്ഞില്ല. കാരണം അവരോട് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ മനസ്സവർക്കില്ല. അവര് പിന്നെ സ്വയം ഭൂവായിരിക്കുക, അവർ സ്വയം ദൈവങ്ങളായി മാറിക്കഴിഞ്ഞു. അവർ ചലിക്കാൻ വയ്യ, അവർക്ക് സ്വീകരിക്കാൻ വയ്യ, അവർ കഷ്ടപ്പെടാൻ വയ്യ, അവർക്കിതൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് ഭക്ഷണം, ഫുഡ് മതി, അവർക്ക് അക്കോമഡേഷൻ മതി, അവർക്ക് UK വിസ മതി, അവർക്ക് അമേരിക്കയുടെ വിസ മതി, അവരുടെ മക്കളെയും അവർക്കും സെറ്റിലായ മതി. അവർക്ക് ഈ ഭൂമിയിൽ സെറ്റിലാകാൻ ഉള്ളവരാണ്. അവർക്ക് ആർക്കും റിവൈവലിന് വേണ്ടി കഷ്ടപ്പെടാൻ വയ്യ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അനേകർ കർത്താവിൻ്റെ സന്നിധി വരുന്ന UK വിസ കിട്ടാൻ, അമേരിക്കയുടെ വിസ കിട്ടാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ സെറ്റിലാകാൻ, വിവാഹം നടക്കാൻ, അവരുടെ റിവൈവലിനെ കുറിച്ച് അവരോട് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കിരണശയ്ക്കലിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് കാരണം, നെടുമങ്ങാട് കൊണ്ടുവന്നതിന് കാരണം, അല്ല കോഴിമുട്ടയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് കൊണ്ട് അവിടെ വലിയ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇന്ന് രാവിലെ കോഴി പിന്നെ കൂടെ അടയ്ക്കാതെയാണ് ഓടി വന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കൂട് അടയ്ക്കാത്തതും എത്ര മുട്ട ഇട്ടെന്നുള്ളതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലല്ല റിവൈവൽ മെസ്സേജ് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റിവൈവൽ മെസ്സേജ് കേൾക്കാനും അതിനൊരു ഗ്രൂപ്പ് വേണം, അതിനൊരു വിടിയുള്ള ഒരു ആൾക്കാർ വേണം, തിരഞ്ഞെടുക്കപ്പെട്ട ആവേശമുള്ളവർ വേണം. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. ഇന്ന് ഇതിനകത്ത് വന്നവരുണ്ട്, അവര് ദൈവരാജ്യത്തിന് വിടിയുള്ളവരാ. അവരാരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരല്ല, സ്വന്തം താല്പര്യങ്ങൾക്കും കാര്യങ്ങൾക്കും വിടുതലിന് വേണ്ടിയുള്ളവരാരും ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്, ഇവിടെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്. ഇതൊരു റിവൈവൽ സെന്റർ ആണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ 70 പേരോട് ദൈവം പറഞ്ഞു കൊയ്ത്തിന്റെ സമയം നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകും. ഹല്ലേലൂയ. പാരമ്പര്യം, എക്സ്പീരിയൻസും പിന്നെ എല്ലാം ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നവര്, ഞങ്ങളെല്ലാം ആയിപ്പോയി, ഏത് ഭാഷ, എന്ത് ആരാധന, ഏത് ശ്രീ ഭാഷ, ഞങ്ങൾ കുറേ പ്രസംഗവും ശുശ്രൂഷയും കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ ആരാധനകളെ മുടക്കി എല്ലാം തികഞ്ഞവരെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. എല്ലാം തികഞ്ഞവരെ ഇന്ന് വരെ ദൈവം ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിഷ്കളങ്കതയോടെ പ്രാപിക്കാൻ തീഷ്ണത ഫയറായി അന്ത്യം വരെ, മരണം വരെ ഫയർ വിട്ടുകളയാതെ, ആരാധന വിട്ടുകളയാതെ, ആ തീഷ്ണത വിട്ടുകളയാതെ, ആ തീ വിട്ടുകളയാതെ, ഹല്ലേലൂയ, തീ വിട്ടുകളയാത്തവർ, സ്തോത്രം വായിന്ന് മാറാത്തവർ, സ്തുതി വായിന്ന് മാറാത്തവർ, നിന്റെ അധരങ്ങളിൽ നിന്ന് സ്തോത്രം മാറരുത്, നിന്റെ കരമടി നിർത്തരുത്, നിന്റെ ചൂട് ആവിയായി പോകരുത്, നിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെടരുത്, നിന്റെ ഹൃദയം കൈപ്പോണ്ട് നിറയരുത്, നിന്റെ ഹൃദയം കഠിനമാകരുത്. നീ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം, നീ എപ്പോഴും പ്രാപിക്കാൻ വേണ്ടിയിരിക്കണം, നീ എപ്പോഴും പ്രാപിക്കാനുള്ള മനസ്സുള്ളവനായിരിക്കണം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപിക്കാൻ മനസ്സുള്ളവന്റെ മേലാ ദൈവം അഭിഷേകം വരുന്നത്. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞവരെ എന്നും ദൈവമാണ് അവരെ എടുത്തു കളയും. ഇതൊരു സിസ്റ്റമാണ്, ദൈവത്തിൻ്റെ സിസ്റ്റമാണത്. അഭിഷേകം നഷ്ടപ്പെട്ടവനെ, ആവിയായി പോയതിനെയും ചാമ്പലായി കിടക്കുന്നവനെയും, നെരിപ്പോടിനകം പിന്നെ ചാമ്പല പോലെ കിടക്കുന്നവനെ ഒന്നും ദൈവം ഉപയോഗിക്കത്തില്ല. കത്തിക്കൊണ്ടിരിക്കുന്നവനെ ഉപയോഗിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്ന, കത്തിക്കൊണ്ടിരിക്കുന്നവനെയാ, ആഗ്രഹമുള്ളവനെയാ, താല്പര്യമുള്ളവനെയാ, അവന് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുള്ളവനെയാ, സ്വപ്നം കാണുന്നവനെ. ഹല്ലേലൂയ. വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്നവനല്ല, കടഭാരം കണ്ട് പേടിക്കുന്നവനല്ല, നാളെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവനെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. അവന്റെ ഹൃദയം മുഴുവനും എങ്ങനെ ആത്മാക്കളെ നേടും, എങ്ങനെ പുതിയ സഭ പണിയും, ദൈവരാജ്യം എങ്ങനെ പണിയും, ദൈവസഭ എങ്ങനെ പണിയും. എനിക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റും? ഓ തൃപ്തിയില്ലാത്തവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹം, തൃപ്തി, ദാരിദ്ര്യം ബന്ധമുണ്ടാകണം. അതിനെ പറയാം, ആത്മാവിൽ ദരിദ്രനായവൻ. എന്താണ്?
ആത്മാവിൽ ദരിദ്രരായവർക്ക് ഭാഗ്യം. എല്ലാവരും പറഞ്ഞു ഭാഗ്യവാൻ. അത് ഭയങ്കര സീക്രട്ടാണ്. കാരണം ചില ആൾക്കാർ തികഞ്ഞവർ. അതാണ് പൗലോസ് ഫിലിപ്പിയർക്കെടുത്ത ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ഒന്നും പിടിച്ചു വന്നോ എനിക്കെല്ലാം കിട്ടിയെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, ഞാൻ എന്തിനു കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പറഞ്ഞത് പൗലോസാ പറഞ്ഞത്. ഇവിടെ ആരും പൗലോസിന്റെ അത്ര എത്തിയിട്ടില്ല, അതിന്റെ ഒരു അംശം എത്തിയിട്ടില്ല. എന്നിട്ടും തികഞ്ഞവരായിരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ഇടത്ത് സകല റിവൈവൽ നിന്നു. ഹല്ലേലൂയ. പൗലോസ് പറയും, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഈ നിത്യത ഒന്ന് പിടിച്ചെടുക്കാൻ. എങ്ങനെയെങ്കിലും പറയുന്നത് നിസാരക്കാരനല്ല. ഹല്ലേലൂയ. ലേഖനങ്ങളുടെ റാണി എഴുതിയ, ലേഖന പരമ്പരകൾ എഴുതിയ വിദ്യാസമ്പന്നനും ഗമാലിയന്റെ അടുക്കൽ നിന്ന് പഠിച്ച പണ്ഡിതൻ അയാൾ പറയുക, ആത്മാവിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇത് പിടിക്കണം. നീതിമാൻ കഷ്ടപ്പെട്ടാലേ അകത്ത് കയറുമെന്ന് പറഞ്ഞു. നീതിമാന് വരെ കഷ്ടമുണ്ടെന്ന് അകത്ത് കയറാൻ. അങ്ങനെയെങ്കിൽ നീതിമാൻ അല്ലാത്തവന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. നീതിമാൻ വരെ ഇതിനകത്ത് കയറാൻ അവന്റെ കഷ്ടത്തിനകത്തൂടെ കയറി പോവുക. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞത് ആരും വേറെ സാധാരണക്കാരനല്ല, വെളിപ്പാടുകളുടെ രാജാവാണ്. ഹല്ലേലൂയ. ലോകത്തിലെ നമ്പർ 1 റെവലേഷൻ ഇന്നല്ല എല്ലാ ഭാഷമാരും പ്രസംഗിക്കുന്ന റെവലേഷൻ കിട്ടിയ പാർട്ടിയായി പൗലോസ് പറയാണ്, എങ്ങനെയെങ്കിലും ഞാനൊന്ന് പിടിക്കാൻ വേണ്ടി ഓടുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യം എന്താ? നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. നീ ഇത് മറന്നു പോകരുത്. നീ എപ്പോഴും യഥാർത്ഥമായി ദൈവത്തിനാൽ ഉപയോഗിക്കാൻ, ലോക രാജ്യങ്ങളിൽ ദൈവം ഇന്റർനാഷണൽ ഉപയോഗിക്കാൻ വിളിയുള്ളവന്റെ പ്രത്യേകത, അവൻ എപ്പോഴും ദാഹമുള്ളവനായിരിക്കും. എപ്പോഴും അവൻ ദാഹമുള്ള ഒരു അഭിഷേകം, ഒരു പുതിയ അഭിഷിക്തം വന്നാൽ, ഒരു ശുശ്രൂഷകൻ വന്നാൽ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഇമ്പാർട്ടേഷൻ പ്രാപിക്കാൻ അവൻ ദാഹത്തോടെ നിൽക്കുന്നവനായിരിക്കും. എവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സമയം 10-12 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എവിടെ ഉണ്ടെങ്കിലും, ഏത് മീറ്റിങ്ങിലും, രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ, ഭക്ഷണമില്ലാതെ ഓടി നടന്ന ജോലിയും വരുമാനങ്ങളോ യാത്രകളെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് പ്രാപിക്കുന്ന ഒരു സമയം, ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നീ പ്രാപിച്ചതിനെ കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. പ്രാപിച്ചതിനെ കൊടുക്കാനും ഒരു കാലഘട്ടം, പ്രാപിക്കാൻ ഒരു കാലഘട്ടം, ഇരിക്കാൻ ഒരു കാലഘട്ടം, ഓടാൻ ഒരു കാലഘട്ടം, സ്തോത്രം കൊടുക്കാൻ ഒരു കാലഘട്ടം വരാൻ പോയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 18ാമത്തെ വാക്യം വായിക്കാം. 10:18. അവര് പോയി വെളിപ്പാടെല്ലാം പ്രാപിച്ച സന്തോഷത്തോടെ. വായിച്ചു 10:18. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ 70 പേര് സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. 70 പേര് പോയതുപോലെ അല്ല തിരിച്ചു വന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ മിനിഷിയോ ഏതെങ്കിലും വിസിറ്റിങ്ങോ ഭവന പ്രാർത്ഥനകളോ ഒക്കെ പോയിട്ട് അയ്യോ വയ്യ എന്ന് പറഞ്ഞാണോ നിങ്ങൾ പോകുന്നത്? ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അയ്യോ വയ്യ, ഇത്രയും നേരം അവിടെ കിടന്ന് ആടി കൈയടിച്ച് പാടി ആരാധിച്ച് അയ്യോ എൻ്റെ ശരീരമൊക്കെ നുറുങ്ങുന്ന വേദന, പക്ഷെ ഇനി ഒന്ന് കിടന്നാൽ മതി എന്ന് പറയുന്നെങ്കിൽ നിന്റെ ആത്മാവ് ശരിയല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആത്മാവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ? നീ അങ്ങോട്ട് പോകുമ്പോൾ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ ശുശ്രൂഷിക്കും, എന്നെക്കൊണ്ട് വയ്യ. പക്ഷേ ശുശ്രൂഷ കഴിയുമ്പോൾ നീ തുള്ളിച്ചാടും. കാരണം അഭിഷേകം നിന്റെ അകത്ത് വരും. യേശുവിന്റെ ആത്മാവിലാണ് നീ ശുശ്രൂഷിക്കുന്നതെങ്കിൽ നീ പോകുന്നതിനേക്കാൾ 1000 മടങ്ങ് പവർഫുള്ളായി, ഒരു പവർ പ്രാക്കായി. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ ജോലി ചെയ്താൽ തളരും. നിന്റെ ബുദ്ധിയിൽ നിന്ന്, നിന്റെ ശക്തിയിൽ നിന്ന്, നിന്റെ മാംസത്തിൽ നിന്ന്, നിന്റെ രക്തത്തിൽ നിന്ന് നീ എടുത്തു കൊടുത്താൽ നീ തളരും. നീ ബ്ലഡ് കൊടുക്കാൻ പോയി, പ്രണീത്ത് കഴിഞ്ഞ ദിവസം ബ്ലഡ് കൊടുത്തിട്ട് വന്നപ്പോൾ തളർന്നു പോയി, കിടന്ന് ഉറങ്ങി. കാരണം സ്വന്തം രക്തം കൊടുത്തപ്പോൾ തളർന്നുപോയി. ഹല്ലേലൂയ. അതാണ് ഈ ലോകം. നമ്മളിൽ നിന്ന് എടുത്തു കൊടുത്താൽ നമ്മൾ തളരും. പക്ഷെ ദൈവത്തിൽ നിന്ന് എടുത്തു കൊടുത്താൽ തളർച്ചയല്ല, ഇരട്ടി ശക്തി. എത്ര പേർ മനസ്സിലായി?
ശുശ്രൂഷകന്മാരെ, ഇന്ന് പകൽ നീ മനസ്സിലാക്ക, നിന്നിൽ നിന്നും നീ എന്തെങ്കിലും എടുത്തു കൊടുത്ത് നിന്റെ പ്രയത്നവും നിന്റെ കാഠിന്യവും നിന്റെ ബുദ്ധിയിലും നീ കാണാപ്പാടം പഠിച്ചതോ നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടോ നീ ശുശ്രൂഷ ചെയ്താൽ നീ തളർന്ന് നിന്റെ നിന്റെ ഇടപാട് തീരും. പിന്നെ 2 ദിവസത്തേക്ക് നീ എഴുന്നേക്കത്തില്ല. കാരണം അപ്പം മനസ്സിലാക്കണം, നീ നിന്റെ ശരീരത്തിൽ നിന്ന് എടുത്തത്, നിന്റെ ബുദ്ധിയിൽ നിന്ന് എടുത്തു കൊടുത്തത്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അയ്യോ വയ്യ, തീർന്നു, ചത്തതുപോലെയായി. കാരണം നിന്റെ ശരീരത്തിൽ നിന്റെ ബുദ്ധിയിൽ നിന്നൊക്കെ എടുത്തു കൊടുത്തതാണ്. ഹല്ലേലൂയ. പക്ഷേ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ തുള്ളിച്ചാടി കന്നുകുട്ടികളെ പോലെ അങ്ങോട്ട് പോയപ്പോൾ ഇടഞ്ഞു പോയി, തിരിച്ചു വന്നപ്പോൾ തുള്ളിച്ചാടിപ്പോയി. അങ്ങോട്ട് പോയപ്പോൾ നടക്കാൻ വയ്യ, പ്രസംഗിക്കാൻ വയ്യ, ഇന്ന് ഏത് മെസ്സേജ് പറയുമെന്ന് അറിയത്തില്ല, കൺഫ്യൂഷൻ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കന്നുകുട്ടികളെ പോലെ തുള്ളിച്ചാടി ആത്മസാന്നിധ്യത്തിൽ ശക്തിയിൽ ഇനി ഒരു 2-3 മെസ്സേജും കൂടെ പറയാം. ഇനി ഒരു 1000 മെസ്സേജ് നോ പ്രോബ്ലം, 8, 10, 12 മെസ്സേജ് നോ പ്രോബ്ലം. ഒരു മെസ്സേജ് കഴിഞ്ഞാൽ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മെസ്സേജ്, അടുത്ത മെസ്സേജ്, അടുത്ത മീറ്റിംഗ്, അടുത്ത മീറ്റിംഗ്. മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗുകളിലോട്ട് അഭിഷിക്തന്മാർ ഓടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല, അവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്നതാണ്. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ എന്നിൽ നിന്നല്ല തരുന്ന നിങ്ങൾക്ക്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ചു തരുന്നു. അടുത്തിരിക്കെ പറഞ്ഞാട്ടെ, കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുക. കർത്താവിൽ നിന്ന് ചിലത് ഇന്ന് ഈ നാടുകളിൽ നീ പ്രാപിക്കണം. ആരാധിക്കുന്ന, വർഷിപ്പ് ചെയ്യുന്ന, മെസ്സേജ് പറയുന്ന, ശുശ്രൂഷിക്കുന്ന നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ നീ തളരത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. കാരണം നീ കൊടുത്ത നിന്നിൽ നിന്നല്ല, സ്വന്തത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവർ പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ. ആരുടെ നാമത്തില്? സ്വന്തം നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വാക്യം, മിന്നൽ പോലെ ആകാശത്ത് നിന്ന് പിശാചിന്റെ സർപ്പം, പാമ്പ് വീഴുന്ന ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, ഇവയൊന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ വെളിപ്പാട് കിടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്താ അത് പറഞ്ഞത്? യേശു പറഞ്ഞു, യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. യേശുവിന്റെ നാമം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് യേശുവിന്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ എന്തുകൊണ്ടാണ് ഓടുന്നത്? എന്തുകൊണ്ടാണ് നിൽക്കാതെ പോകുന്നത്? അവർക്ക് നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാ? വർഷങ്ങളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള പൈശാചിക വ്യാപാരങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് യേശുവിന്റെ നാമം കേൾക്കുമ്പോഴേ ഓടുന്നു, അവരെ പിടിവിടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എപ്പോൾ കണ്ട? അപ്പം കണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഭൂതം പോകാൻ കാരണം, മക്കളെ, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഞാൻ അവൻ്റെ വീഴ്ച കണ്ടവനാ. ഹല്ലേലൂയ. ഇന്നും ഇന്നലെ അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ സിംഹാസനത്തിൽ കയറാൻ പോയപ്പോൾ ദൈവത്തിന്റെ വചനമെന്ന വാള് കൊണ്ടവൻ വെട്ടേറ്റ് നാണം കെട്ട് നാറി തറയെ വീഴുന്നത് പ്രൈസ് ദി ലോർഡ് ഞാൻ കണ്ടവനാ. അവന്റെ വീഴ്ച കണ്ടവൻ ഈ ലോകത്ത് ഞാനേ ഉള്ളൂ. ഇന്ന് വരെ പിശാച് ഇത് മറച്ചു വെച്ച് നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ മലാഖി വരെയുള്ള കാലഘട്ടത്തിൽ, യോഹന്നാന്റെ കാലഘട്ടം വരെ പിശാച് ഒളിഞ്ഞ് മറഞ്ഞിരുന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. ഫറവോൻ പിശാചാണോ? ഹല്ലേലൂയ. ഗോലിയാത്ത് പിശാചാണോ? ഹല്ലേലൂയ. ഇവരെല്ലാവരും സാധാ മനുഷ്യരാ, പക്ഷേ ഇവരുടെ മേൽ വ്യാപരിച്ചത് പിശാചാ. ഹല്ലേലൂയ. പഴയ നിയമത്തില് ദാവീദ് ഗോലിയാത്തിനെ എന്ത് ചെയ്തു? കൊന്നു. പാവം ഗോലിയാത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഗോലിയാത്തിനെ അല്ലായിരുന്നു കൊല്ലേണ്ടത്, ഗോലിയാത്തിനകത്തിരിക്കുന്നവനെ ആയിരുന്നു കൊല്ലേണ്ടത്.
പ്രൈസ് ദി ലോർഡ്. കാരണം അന്ന് കൊല്ലാനുള്ള റൈറ്റ്സ് ഇല്ല. പഴയ നിയമം മൃഗങ്ങളുടെ രക്തം കൊണ്ട് എഴുതി ഉണ്ടാക്കി, അതിനെ രക്തം ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിന് പവറുള്ളൂ. ഒരു നിയമം വന്നാൽ അത് അവസാനം എന്ത് ചെയ്യും? ഒരു നിയമം പുതുതായിട്ട് വന്നു, അവസാനം എന്ത് ചെയ്യും? ഒരു സീല് വെച്ച് അതിന് ഒരു മുദ്ര അടിച്ചെന്ത് ചെയ്യും? ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയ പുതിയ നിയമം, ഒരു സീല്, ഒരു മുദ്ര, അതോടുകൂടി അത് പാസ്സാവും. ഹല്ലേലൂയ. എല്ലാ നിയമങ്ങൾക്കും ഒരു മുദ്രയുണ്ട്, ഒരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, ഒരു സ്റ്റാമ്പ് പേപ്പർ ഉണ്ട്, അല്ലേ? നമ്മുടെ പ്രമാണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റാമ്പ് പേപ്പർ ഒട്ടിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ ആധാരം എഴുതുന്ന ആൾക്കാർ പറയും ഇത്ര രൂപയുടെ പ്രമാണമാണ്, ഇത്ര രൂപയുടെ ആണ്, അതിനനുസരിച്ചുള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരണം, എന്നാലേ അതിനകത്ത് എഴുതാൻ പറ്റൂ. കാരണം അത്രയും വാല്യൂ ഉള്ളതാണ്. ചുമ്മാ ഒരു വെള്ള പേപ്പർ എഴുതിത്താന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അതിന് വാല്യൂ ഇല്ല, സ്റ്റാമ്പ് പേപ്പർ ഉണ്ടാകണം. എന്നതുപോലെ പഴയ നിയമത്തിനകത്ത് അതിന് വാല്യൂ വന്നത്, എല്ലാ നിയമവും എഴുതിയിട്ട് മോശ കുറേ ആടുകളെയും മൃഗങ്ങളെയും യാഗം ചെയ്ത് രക്തം തളിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ കൊല്ലുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുവിനെ കൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി എഴുന്നേറ്റ സകലരെയും ദൈവം പറഞ്ഞു കൊന്നുകളാ. അവരെ അഭ്യാസം പഠിപ്പിച്ചു, അവരെ കൊന്നുകളയുന്ന കൊല്ലുന്ന, എല്ലാവരും പറഞ്ഞു കൊല്ലുന്ന ശുശ്രൂഷ. പഴയ നിയമം എന്താണ്? കൊല്ലുന്ന ശുശ്രൂഷ, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ആരംഭിച്ചു. മരിക്കുന്നതിന് മുമ്പേ, രക്തം കൊണ്ട് പുതിയ നിയമത്തെ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ആ പിശാച് വീഴാൻ കാരണം വേറൊന്നല്ല, അവൻ്റെ വീഴ്ച കണ്ടവനായവൻ. അവൻ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ് അവന് പൊങ്ങച്ചം പറയാൻ പറ്റത്തില്ല. അന്ന് വരെ മറഞ്ഞിരുന്നവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു ജഡരക്തങ്ങളോടല്ല എനിക്ക് യുദ്ധമുള്ളത്. കഴിഞ്ഞ നാള് വരെ ജഡരക്തങ്ങളോട് യുദ്ധമുണ്ടായിരുന്ന ഒരു തലമുറയുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ജഡരക്തങ്ങളോട് യുദ്ധം അവസാനിക്കുക, മാംസരക്തങ്ങളോട് യുദ്ധം അവസാനിക്കുക. ഇനിയുള്ള യുദ്ധം ആത്മാവിലുള്ള യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജഡരക്തങ്ങളോട് യുദ്ധമില്ല, മനുഷ്യരോട് യുദ്ധമില്ല. കഴിഞ്ഞ നാൾ ഇതുവരെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ ശുശ്രൂഷ, മരണത്തിന്റെ ശുശ്രൂഷ, യുദ്ധം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞോട്ടെ ഇനി നമുക്ക് യുദ്ധമില്ല. പറഞ്ഞോട്ടെ അടുത്ത യുദ്ധമില്ല. നമ്മൾ പഴയ നിയമവിശ്വാസികളായിരുന്നെങ്കിൽ എന്നും വാളും കുന്തവും കുടച്ചക്രവും കൊണ്ട് അടികൂടാനേ സമയമുള്ളൂ. ഹല്ലേലൂയ. പഴയ നിയമവിശ്വാസികളായിരുന്നു എപ്പോഴും ഒരു സൈഡിൽ ഒരു വാൾ വെച്ചേക്കണം, എപ്പോഴും വാളും കൊണ്ടും കുന്തം കൊണ്ടും നടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും അസ്ഥി വല്ലതും കിട്ടണം. ഹല്ലേലൂയ. എന്തോ കഷ്ടപ്പാടായിരുന്നേ. 100 പേര് വരുന്നു, 300 പേരെ അടിക്കുന്നവർ, 600 പേരെ അടിക്കുന്നവർ, 800 പേരെ അടിക്കുന്നവർ എന്നൊക്കെയാണ് വചനം പറയുന്നത്. 1000 പേരെ അടിക്കുന്നവർ. ശിംശോൻ, എന്തിനാ ശിംശോന് അഭിഷേകം വന്നത്? 1000 പേരെ കൊല്ലാൻ. പക്ഷെ പത്രോസിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ എന്ത് ചെയ്തു? 3000 പേര് രക്ഷിക്കപ്പെട്ടു. അടിച്ചു കൊന്നില്ല, കൊല്ലുന്ന ശുശ്രൂഷ, രക്ഷിക്കുന്ന ശുശ്രൂഷ. കൊലപാതകത്തിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ട് രക്ഷിക്കുന്ന ശുശ്രൂഷ എന്റെ കർത്താവ് ആരംഭിക്കുക, രക്തം കൊടുത്തിട്ട്. അന്ന് വരെ മനുഷ്യർക്ക് ആർക്കും അറിയത്തില്ല, വീണ് പോയവന്റെ പരിപാടിയായി നമ്മൾ. ഒരു വീണ് പോയവനുണ്ട്, അവനാണ് മനുഷ്യർക്ക് കോപമുണ്ടാക്കുന്നത്, വഞ്ചന ഉണ്ടാക്കുന്നത്, ചതി ഉണ്ടാക്കുന്നത്, ദേഷ്യമുണ്ടാക്കുന്നത്, അടിപിടി ഉണ്ടാക്കുന്നത്, കലഹമുണ്ടാക്കുന്നത്, പിണക്കമുണ്ടാക്കുന്നത്, മത്സരമുണ്ടാക്കുന്നത്. അതിന്റെ പുറകിൽ പിശാചാണെന്ന് മനുഷ്യനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് വന്നപ്പോൾ അത് വെളിപ്പെട്ടു. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, ഇനി അവൻ നിൽക്കത്തില്ല. കഴിഞ്ഞ നാൾ വരെ പ്രശ്നത്തെയാണ് നമ്മൾ കണ്ടത്. പ്രശ്നം ഉണ്ടാക്കുന്നവനെ ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പ്രശ്നത്തെയല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ തൊടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ വരെ പ്രശ്നത്തെ വലുതായി കണ്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ പ്രശ്നത്തെ അല്ല കാണാൻ പോകുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ തീർക്കാൻ പോവുക. അതാണ് പിശാചിന്റെ രാജ്യത്തെ അഴിക്കുവാൻ ആരും അറിയാതെ അവൻ ഉണ്ടാക്കിയ രാജ്യം, അദൃശ്യമായ രാജ്യം, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രാജ്യം, നമ്മളെ ജഡരക്തങ്ങൾക്ക് വെളിപ്പെടാത്ത കാര്യം. ഞാനോ നിങ്ങളോ ഈ പിശാചിനെ കണ്ടിട്ടില്ല, ഞാനോ നിങ്ങളോ ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ റൂട്ട് പിശാചാണ്.
ഹല്ലേലൂയ. അവൻ അദൃശ്യനായി നിന്നു. അതുകൊണ്ട് ജഡരക്തങ്ങളായ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? ആത്മാവിൽ ജനിച്ചവന് കാണാൻ പറ്റും. ആത്മാവിൽ ജനിച്ചവന് പിശാചിന്റെ പ്രവൃത്തിയെ കാണാൻ പറ്റും. ഞാനും നീയും ഇപ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അറിയാൻ പറ്റും, കാണാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഏത് വിഷയം വന്നാലും ഇതിന്റെ പുറകിൽ മനുഷ്യനല്ല, അത് വ്യാപരിക്കുന്ന പിശാചിനെ തിരിച്ചറിയാൻ ആത്മാവിന്റെ കണ്ണുള്ളവന് കാണാൻ പറ്റും.